വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ ഉസ്താദന്മാരെ, സാദാത്യങ്ങളെ, വളരെ അർത്ഥവത്തായ പല ഉപദേശ നിർദ്ദേശങ്ങൾ രണ്ട് കാളിമാർ ഞങ്ങൾക്ക് ആക്കി തന്നാർ, ചെന്ന് തന്നാർ. മാണി ഉസ്താദ്, അതേപോലെ കൃഷ്ണാപുര കാളി ഇബ്രാഹിം മദൻ ഉസ്താദ്. അല്ലാഹു തആല നല്ല രീതിയിൽ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന ദ്വാരക്കളോടുകൂടി, കഴിഞ്ഞ വർഷ കുപ്പിയട്ടിയിൽ ഇതുപോലത്തെ ഒരു ക്ലാസ് നക്ക് എടുക്കേണ്ടി ഒരു അവകാശം നിങ്ങാക്കി തന്നിട്ടുన్నారు. അണ്ട് ജമാഅത്തിനെ സംബന്ധിച്ചും ഖുതുബിനെ സംബന്ധിച്ചിട്ടും ഒരുപാട് വിഷയം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത. നാളെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ വേണ്ടല്ല, നാളെ നിങ്ങൾക്ക് പഠിപ്പാട്ടൊണക്ക് വേണ്ട അല്ല. ഇവിടെ ഉള്ള ഉസ്താദന്മാരെല്ലാം പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ്. കാളിയാരോട് ഞാൻ ചെന്ന് എനിക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ ഉസ്താദോട് നിന്ന് പോകണമെന്ന്. കാളിയാരെ കാണുമ്പോൾ തന്നെ എൻ്റെ ഫീസ് പോയിട്ട്, അതുകൊണ്ടിട്ട് ഉസ്താദൊന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ഇന്ന് പോകുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഉസ്താദിനെ പോലത്തെ അബൂ സാലിഹ് ഉസ്താദ്, പി.കെ. മദൻ ഉസ്താദ്, അതേപോലെ തന്നെ നമ്മളെ പാത്തൂരിൽ എത്രയോ കൊല്ലം പാത്തൂർ ഉസ്താദിൻ്റെ അടുത്ത് ഓതിയ, ഞാനും പാത്തൂർ ഉസ്താദിൻ്റെ അടുത്ത് ഓതിനി. ഉസ്താദ് എത്രയോ കൊല്ലം മുദരിസായി. ഇങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് പണ്ഡിതന്മാർ കൂടെ ഉള്ളതോടുകൂടി ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ അർഹനല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ അറിവ് എന്തും കൊണ്ടെങ്കിൽ എനിക്കും പഠിക്കാം. ഇത്രയും ഉദ്ദേശം, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നിക്കാഹ്, വിവാഹം, വിവാഹത്തിനോട് അനുബന്ധിച്ച ചില വിഷയങ്ങളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ഖതീബന്മാർ ഇതിലുണ്ട്, പലരും എനിക്ക് ഫോൺ വിളിക്കുന്നവരും ഇതിലുണ്ട്. ഇപ്പോൾ തന്നെ 2-3 ആൾ എനിക്കവരെ പരിചയമില്ല. ഉസ്താദ് ഇന്ന പേര് ചെല്ലിട്ട് വിളിക്കടേ, അത് ഞാനാണെന്ന്. ഇപ്പോൾ ഓടൊരു ഉസ്താദ് ചെന്ന് ഞാനാണത് വിളിക്കടേന്ന്. അതിന് ചെമ്മ ആൾ വിളിച്ചവരെല്ലാം ഞാനാണ്, പൊണ്ണക്ക് പരിചയമില്ല. കളിഞ്ഞൊറിച്ചും കുപ്പിയായിട്ട് കാണാത്ത പലരും ഉണ്ട്, ഇവിടെ കണ്ടു. അവിടെ കണ്ടവർ പലരും കാണാതെയും ഉണ്ട്. ഇവിടെ എല്ലാവരെയും പരിചയമില്ല. നക്കെന്തിരിക്ക് പോകാൻ വിളിക്കടേന്ന് ചെന്നെങ്കിൽ ഞാനൊരു ആലിമായത് കൊണ്ടിട്ടല്ല. ബേക്കളം ഉസ്താദ് ഉടുപ്പിയിൽ കാളിയായപ്പോൾ എല്ലാവർക്കും ബേക്കൽ ഉസ്താദിനോട് വിളിച്ച് മസ്അല ചോദിക്കാൻ പേടിയായതുകൊണ്ടിട്ട് പാവപ്പെട്ട എനിക്കാണ് ഉസ്താദന്മാർ സാധാരണ പോണ വിളിക്കൽ. അങ്ങനെ ബേക്കൽ ഉസ്താദിനോട് അറിഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ബേക്കൽ ഉസ്താദിനോട് ചോദിച്ച് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ബഹുമാനപ്പെട്ട മാണി ഉസ്താദിൻ്റെയും ഖാദിമായതുകൊണ്ടിട്ട് എനിക്ക് ഫോൺ വിളിച്ചിട്ട് എല്ലാവരും നാടന്മാരാണെങ്കിലും മൊയിലാക്കന്മാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മാണി ഉസ്താദിനോട് വേണ്ടത് ബന്ധപ്പെട്ട് വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കുന്നത്. ആ ഉദ്ദേശത്തിൽ ഞാനൊരു ആലിമായത് കൊണ്ടിട്ടല്ല ഫോൺ വിളിക്കുന്നത്, ആ ഒരു സൗലഭ്യത്തിന് വേണ്ടിയിട്ടാണ്. കേട്ടിട്ട് ചെല്ലിട്ട് കൊടുക്കുന്നത്. ഈ കേൾക്കുന്ന കൂട്ടത്തിൽ പലതും ചോദിക്കാറുണ്ട്. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഒരു ഉപ്പാക്ക് 2 പെൺകുട്ടികളുണ്ട്. ഒരു ഉപ്പാക്ക് 2 പെൺകുട്ടി. വലിയ മോളെ പേര് മറിയമ്മ, ചെറിയോളെ പേര് ആയിഷ. കല്യാണം നിശ്ചയിച്ചത് വലിയവൾക്കാണ്. മറിയമ്മക്ക് കല്യാണം നിശ്ചയിച്ച് പുതിയാമ്പിള വന്ന് നോക്കി, എല്ലാം സെറ്റായി. സാക്ഷികൾക്കും അറിയും ഇത് കല്യാണം ആർക്കാണ്, വലിയ മകളായ മറിയമ്മക്കാണ് എന്ന്.
പുതിയാമ്പിളയും ഉദ്ദേശിച്ചത് ആ മറിയമ്മനെ കെട്ടാനാണ്. വലിയ ഉപ്പ നിക്കാഹിട്ട് കൊടുക്കുന്നതും മറിയമ്മനെയാണ്. പക്ഷെ നിക്കാഹിൻ്റെ സദസ്സിൽ വന്ന ഖതീബ് അവിടെ നിക്കാഹ് ചൊല്ലി കൊടുക്കുമ്പോൾ സവ്വജുതുക വ അൻകഹതുക ബിൻതി ആയിഷ, ചെറിയ മോളാണ് പറഞ്ഞത്. ചെറിയ മോളെ പേര് പറഞ്ഞു. ഉപ്പയും അങ്ങനെ പറഞ്ഞു. പുതിയാമ്പിളയും കബിൽത്ത് മിങ്ക നിക്കാഹ എന്ന് പറഞ്ഞു. ആയിഷൻ്റെ ചെറിയ മോളെ. സദസ് അന്തം വിട്ടുപോയി. വലിയ മോക്കാണ് നിക്കാഹ്, ചെറിയ മോളാണ് നിക്കാഹിന് കൊടുത്തത്. ഇപ്പൊ ആർക്കാണ് കല്യാണം കഴിഞ്ഞത്? വലിയോൾക്ക് ചെറിയോൾക്കാ? മനസ്സിൽ രണ്ടാളും ഉപ്പയും കരുതിന് ഇത് വലിയ മോളാണ് എന്നിട്ട് പുതിയാപ്പിളയും ഉറപ്പിച്ചിട്ടുണ്ട് ഇത് വലിയ മോളാണെന്ന്. സാക്ഷികൾക്കും അറിയാതെ കല്യാണം വലിയ മോക്കാണ് എന്ന്. പേര് മാത്രം പേച്ചിട്ട് ചെറിയ മോളതാണ് പറഞ്ഞത്. ഈ നിക്കാഹിൻ്റെ അവസ്ഥ എന്താണ്? ആരതാണ് ഇപ്പം നിക്കാഹ് നടന്നത്? വലിയവളുടെ ചെറിയവളുടെ എന്നൊരു ചോദ്യം. അല്ലെങ്കിൽ നിങ്ങളുള്ള സദസ്സിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും? രണ്ടാമത് പുതിയ നിക്കാ ആക്കുന്ന, അപ്പം ഈ നിക്കാ ആയതോ ഇത് തലാഖ് ചെല്ലണ? രണ്ടാമത് വലിയോളെ നിക്കാ വേറെ ആക്കണോ? വലിയത് നിക്കാ ആക്കുന്ന അങ്ങനെ ഓളെ നിക്കാ ആയിട്ടുണ്ടെങ്കിൽ സഹോദരിമാരെ നിൽക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഓളെ തലാഖ് ചെല്ലണോ? ഇപ്പം നിക്കാഹാരതാണ് സഹിയായത്. ഇന്നങ്ങനെയുള്ള ഒന്ന് സംഭവിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും? ഒരു ചോദ്യം. രണ്ടാമത്, ഉസ്താദ്, ഞങ്ങളെ റായത്തൊരു വലിയില്ലാത്ത ഒരു നിക്കാഹുണ്ട് ഉസ്താദ്. കാളിയാറാണ് നിക്കാഹ് കഴിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് കാളിയാർക്ക് ഞാൻ എന്താക്കുന്നു, ഫോണ് വിളിച്ചിട്ട് കേട്ടെങ്കാവാൻ കേക്കി. അങ്ങനെ കാളിയാർക്ക് ഖതീബ് ഫോണ് വിളിച്ച്, ഞങ്ങളുടെ റായത്തിൽ ഇന്നാലെന്നൊരു പെൺകുട്ടിയുണ്ട്, നിങ്ങളെ അധികാരത്തിലുള്ള, അതുകൊണ്ടിട്ട് വലിയില്ല, അതിന് നിക്കാഹ് ഉണ്ട് ഇന്ന താരീഖിൽ, എന്ത് ചെയ്യണം? അപ്പോൾ കാളിയർ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ വക്കാലത്താക്കിന്ന്, നിങ്ങൾ ആക്കോറും ഖതീബിൻ്റെ. അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇസ്തിഖ്ലാഫാക്കി, നിങ്ങളെന്താക്കി പകരക്കാരനാക്കി, നായിബാക്കി, നിങ്ങൾ ആക്കോറൂ എന്ന് കാളിയാർ ചെന്തു. ആ കാളിയാർ ഉള്ളവിടെ എന്തുണ്ടാ, എവിടെയോ ഫംഗ്ഷന് പോകും, പെട്രോൾ പമ്പിലുള്ള പെട്രോൾ പമ്പിൽ കാർ നിപ്പാട്ടിട്ട് പെട്രോൾ ബീറ്റിക്കൊണ്ടുണ്ട്. നിങ്ങൾ സംഭവിച്ചെന്നല്ല, അതിന് സംഭവിച്ചെങ്കിൽ പെട്രോൾ വീത്തുമ്പോൾ നിങ്ങൾ ഇസ്തിഖ്ലാഫാക്കി. കാളിയാർ മുട്ട ആരും ഇല്ല, ഡ്രൈവറോട് പെട്രോൾ പൈസ കൊടുത്തോണ്ടുണ്ട്. അപ്പോൾ ഖതീബ് ഫോണാക്കിയിട്ട് കേട്ടു, ഉസ്താദ് കാളിയാർക്ക് ഞാൻ ഫോണാക്കിയ എന്താ ഇത്? കാളിയാർ ചെന്തു, നിങ്ങളെ ഞാൻ വക്കാലത്താക്കിയും ചെന്തു, ഞാൻ നിക്കായി ദൈക്കൊള്ളാന്ന്, അല്ല നിങ്ങൾ ഇസ്തിഖ്ലാഫാക്കിയും ചെന്തു. ആയിട്ട് അപ്പോൾ ഞാൻ നിക്കാക്കട്ടെ, എന്താണ് ഇവിടെ മസാല? ഒരു കാളിയാർ ചെന്തു എന്നല്ല, ഇങ്ങനെ സംഭവിച്ചു എന്നല്ല ഞാൻ ചൊല്ലേ. അങ്ങനെ സംഭവിച്ചു. കാരണം കാളിമാർക്ക് ചിലപ്പോൾ വയസ്സുണ്ടാകും. വയസ്സായ സന്ദർഭത്തിൽ പെട്ടെന്ന് ഫോൺ വിളിക്കുമ്പോക്കു ഒരു അശ്രദ്ധ ഇല്ലാതെ അങ്ങനെ സംഭവിച്ചിട്ട് ഒരു പെട്രോൾ പമ്പിൽ നിങ്ങളെ ഞാൻ ഇസ്തിഖ്ലാഫാക്കി, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വക്കാലത്താക്കി, നിങ്ങൾ നിക്കാ ആക്കറു എന്ന് ചെന്നെങ്കിൽ നിങ്ങൾക്ക് നിക്കാക്കിട്ട് കൊടുക്കാൻ അവകാശം ഉണ്ടാ? എന്താക്കു പറഞ്ഞ ഇത് പഠിക്കണോ പഠിക്കണ്ടേ? കാളിയാർക്ക് അങ്ങനെ ചെല്ലണക്കുള്ള അവകാശമുണ്ടാ? വക്കാലത്താക്കണക്കുള്ള അവകാശം ഉണ്ടാ? അങ്ങനെ ഇസ്തിഖ്ലാഫ് ആക്കിയാൽ ഇസ്തിഖ്ലാഫ് സഹി ആകുമോ? അറിയേണ്ടതില്ലേ? ഇങ്ങനെയും ഫോണ് വരും ചിലപ്പോൾ. അല്ല ഉസ്താദ്, ഇന്നൊരു തഹ്കീമിൻ്റെ നിക്കാഹ് നടന്നിട്ട് ഒക്കെ അവിടെ ഒരു ഉസ്താദ് നിക്കാഹ് ചൊല്ലിട്ട് കൊടുക്കുമ്പോക്കോ തഹ്കീം നിക്കാഹാണ്, സവ്വജുതുക മൗലിയത്തി ഫാത്തിമ എന്ന് ചൊന്നര്, മുഹക്കിമത്തി എന്നെന്തായിട്ടില്ല ചൊന്നിട്ടില്ല.
മൗലിയത്തി ഫാത്തിമ ചൊന്നൂര്. ആ നിക്കാഹ് സഹിയാ സഹിയല്ലേ? ആ നിക്കാഹ് സഹിയാ സഹിയല്ലേ? മുഹക്കിമത്തിന് ചൊന്നിട്ടില്ല, മൗലിയത്തിന് ചൊന്നുറല്ല. എന്താണ് നിങ്ങൾ ഇത് മനസ്സിലാക്കി? നിങ്ങൾ പോയൊരു സദസ്സിൽ അങ്ങനെ സംഭവിച്ചു പോയി. അല്ലെങ്കിൽ വക്കാലത്തിൻ്റെ നിക്കാഹിന് വെക്കാം. അബ്ബ ഗൾഫിലുള്ള അബ്ബ ഇളയനെ വക്കാലത്താക്കിയിടെ, നീ നിക്കാക്കിട്ട് കൊടുമാന ನನ್ನ മോളെന്ന്. ഈ വക്കീല് സവ്വജത്തുക്ക മൗലിയത്തി ഫാത്തിമ എന്ന് ചെന്നു. നിങ്ങളവിടെ ഉള്ളാറ് നിങ്ങൾ എന്തിനാക്കടാ? നിക്കാന സഹീന്ന് ചൊല്ലാറാ അല്ല സഹി അല്ലാന്ന് ചൊല്ലാറാ? ഇങ്ങനെയുള്ള ചോദ്യം സംഭവിക്കാൻ സാധ്യതയില്ലേ? എൻ്റെ ഉസ്താദിനെ കണ്ടിട്ട് പീസ് പോയി ചെല്ലുന്നത് യഥാർത്ഥമാണ്. ഇങ്ങനെ 100,000 ചോദ്യം മനസ്സിൽ ഞാനിങ്ങനെ തസവോറാക്കിയിട്ട് വെച്ചിട്ടുണ്ടായി. അത് ഉസ്താദ് കണ്ടാൽ മതിയല്ലോ. അത് അപ്പോഴെന്തായി താതക്ക് പോയി ഓർമ്മ വരുന്നില്ല. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളോട് വരാൻ സാധ്യതയുണ്ട്. ആ വരുമ്പോൾ നമ്മൾ എന്ത് അതിനെ സ്വീകരിക്കണം? ഇൻഷാ അള്ളാ നമ്മൾ 12 കാലാകുമ്പോൾ നിർത്തേണ്ടുള്ളത് കൊണ്ടിട്ട്, ഞാൻ ഉദ്ദേശിച്ചത് എല്ലാം പറയാൻ സാധ്യമില്ലാത്തത് കൊണ്ടിട്ട് ഒരു 40 മസ്അല ചോദ്യം കേട്ടിട്ട് 40 മസ്അല നിങ്ങൾക്ക് ഇന്ന് ചെല്ലിട്ടോർന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടാണ് വന്നത്. 40 ചോദ്യം, 40 മസ്അല 40 കരുതിയതാണ്. ഇതൊരു 5 പോവും തോന്നില്ല. ഇനി നമ്മൾ തുടക്കത്തിന് തുടങ്ങാം. എന്ത്? ഒരു മനുഷ്യൻ സ്വന്തമായിട്ട് കല്യാണം കഴിയാൻ ഉറപ്പിച്ചു. ഞാനൊരു കല്യാണം കഴിയുന്നു എന്ന് ഉറപ്പിച്ചു. ആ ഉറപ്പിച്ചതിന് ശേഷം ഇജാബത്ത് ചെയ്യും എന്ന വിശ്വാസമുള്ള ഒരു പെൺകുട്ടിനെ പോയിട്ട് നോക്കൽ എന്തുണ്ട്? സുന്നത്തുണ്ട്. ഇജാബത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരു ഉള്ളാളത്തെ തെങ്ങളെ മോളെ പോയിട്ട് നോക്കി കണക്കാക്കുക. അഹ്ലു ബൈത്തിൽപ്പെട്ടവർ അല്ലാത്തവർക്ക് ചിലപ്പോൾ എന്താവല ആക്കൂല. അല്ലെങ്കിൽ വലിയൊരു പണക്കാരൻ്റെ മോളെ ഞാൻ കരുതിയെങ്കിൽ അവർ ഇജാബത്ത് ചെയ്യോ? ഇജാബത്ത് ചെയ്യൂല എന്ന് എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ ആ പെണ്ണിനെ നോക്കൽ സുന്നത്തില്ല എന്നല്ല, മാത്രമല്ല ഹറാമാണ്. ഇജാബത്ത് ഞാൻ ചോദിച്ചാൽ എനിക്ക് എന്താക്കും നൽകും എന്ന ഒരു ചിന്ത ഉണ്ടെങ്കിൽ ആ പുതിയ ആപ്പിളക്ക് ആ പെണ്ണിനെ പോയിട്ട് നോക്കൽ എന്തിനുണ്ടോ? സുന്നത്തുണ്ട്. ഇനി ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഒരു പെണ്ണിന് അവ ഉറപ്പിച്ച് ഞാൻ കല്യാണം കഴിയുന്നു ഉറപ്പിച്ച്. അപ്പം ഇന്നാലെന്നൊരു മമ്മദാജിൻ്റെ മോമുള്ള അവൻ ഞങ്ങൾ കേട്ടെങ്ങ് വെക്കൂ എന്ന് അവൾക്ക് തോന്നി. എങ്കിൽ അവൾക്ക് അവനെ നോക്കൽ സുന്നത്തുണ്ടായില്ലേ? ആണ് പെണ്ണിനെ നോക്കൽ സുന്നത്തുണ്ട് നിങ്ങൾ പറഞ്ഞല്ലേ? ഇനി പെണ്ണിന് ഒരു കല്യാണം കഴിയാൻ അവൾ ഉറപ്പിച്ച് അത് ഇന്നാലിന്ന മമ്മദാജിൻ്റെ മോ അവർ കേട്ടെങ്കിൽ എനിക്ക് ഹാത്തിബായിട്ട് അവർ സ്വീകരിക്കും എന്നൊരു ചിന്ത, ഇജാബത്ത് ചെയ്യും എന്നൊരു ചിന്ത അവൾക്കുണ്ടെങ്കിൽ അവൾക്ക് ഒരു പുരുഷനെ നോക്കൽ സുന്നത്തുണ്ടായില്ലേ? നദുറു കുല്ലും മിനസ്സൗജൈൻ എന്നല്ല ചെല്ലുന്നേ. യുസന്നു നദുറു കുല്ലും മിനസ്സൗജൈൻ. ഇങ്ങനെ അങ്ങ് നോക്കലും സുന്നത്തുണ്ട്, അങ്ങനെ ഇങ്ങോട്ട് നോക്കലും എന്തുണ്ട്? സുന്നത്തുണ്ട്. നോക്കുന്ന സ്ഥലത്തിനും വ്യത്യാസമുണ്ട്. ആണ് പെണ്ണിനെ നോക്കുമ്പോൾ മുഖയും മുങ്കയും മാത്രമാണ് നോക്കേണ്ടത്. മുഖയും പെണ്ണിനെയും നോക്കി, പെണ്ണ് ആ പോയപ്പോൾ ആണിനെ എന്താക്കി നോക്കിയതിന് ശേഷം കുറച്ച് സ്വർണ്ണം അവിടെ കൊടുക്കാറുണ്ട്. ഇതിൻ്റെ വിധി എന്ത്? പെണ്ണിന് സ്വർണമോ വെള്ളിയോ വസ്ത്രമോ എന്തെങ്കിലും അവിടെ കൊടുക്കാറുണ്ട്. ഹദിയ എന്ന് പറയാനായിട്ടില്ല, ഹിബത്ത് എന്ന് പറയാനായിട്ടില്ല,
സ്വതക്കാന് പറയാനായിട്ടില്ല, കൊടുക്കാറുണ്ട് അവിടെ. ആ കൊടുക്കൽ അനുവദനീയമാണ്, അനുവദനമല്ലേ? സർവ ഫിഖ്ഹിന്റെ കിതാബുകളും ഫതഹുൽ മീനാവട്ടെ, തുഹഫയാവട്ടെ, നിഹായാവട്ടെ, എല്ലാ കിതാബിലും ആ വിഷയം പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരൊറ്റ ഇമാമുകളും അത് അനുവദനീയം അല്ല എന്ന് പറഞ്ഞിട്ടില്ല. കാരണം സ്വതക്കയും ഹിബത്തും ഹദ്യയും അത് ആർക്കും കൊടുക്കാം. ഇവിടെ പ്രത്യേകിച്ചിട്ടും കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരു മോതിരം വെക്കാം. മോതിരത്തിന് പെണ്ണിന്റെ കൈക്ക് ഇങ്ങനെ വെച്ചിട്ട് കൈ മുട്ടും പോലെ വെക്കാൻ പാടുണ്ടോ? ഹറാം, തൊടാൻ പാടില്ല, ഹറാമാണ്. അല്ലെങ്കിൽ ഒരു ബള കൊണ്ടേതാണ് പെണ്ണിന്റെ കൈക്ക് പുതിയാമ്പളിനെ ബള വെക്കുന്ന ഒരവസ്ഥ കാണുന്ന ഒരാൾ പോയിട്ട് പുതിയാമ്പളിനെ വെപ്പാട്ടാറ്. ബെയില നീ ബെയില നീ മോതിരം ബെയില എന്നിട്ട് ഉമ്മമാർ പെങ്ങന്മാരുടെ കുട്ട അവൻ്റെ പുതിയാമ്പൻ്റെ വെപ്പാട്ടരെ മോതിരം അല്ലെങ്കിൽ ബള അല്ലെങ്കിൽ കൗത്തിലേക്ക് ചെയിന്, അപ്പൊ അവന്റെ കൈക്ക് തട്ടാൾ പച്ച ഹറാമാണ്, തൊടാൻ അവകാശമില്ല. കൈക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം മോതിരം, അല്ലെങ്കിൽ പെങ്ങന്മാരിൽ കൊടുക്കണം അവർ വെക്കട്ട്, അല്ലെങ്കിൽ ഉമ്മ ഉണ്ടാവട്ടിക ആ ഉമ്മ വെക്കട്ട്. നിക്ക് കൈക്ക് കൈ പിടിച്ചിട്ട് വെക്കണുകോ, മോതിരം വെക്കണുകോ, ബള വെക്കണുകോ, കൗത്തിലേക്ക് മാല വെക്കണുകോ അവകാശം അത് പുതിയാപ്പിളക്കില്ല. അതല്ല എൻ്റെ മസാല ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ട് നല്ല ബംഗാറ് കൊടുത്തു, വസ്ത്രം കൊടുത്തു, ചോക്ലേറ്റും കൊടുത്തു. പത്ന കളിയുമ്പോക്കോ നക്കവോ വേണ്ടെന്നായിത്ത്, അല്ലെങ്കിൽ പെണ്ണ് കായ്ത്ത് നക്കാവും വേണ്ട. ഈ കൊടുത്തതിൻ്റെ വിധി എന്ത്? അതാണ് നമ്മളെ മർമ്മ വിഷയം. നിക്കാഹിന്റെ മുമ്പ് തന്നെ അത് വേണ്ട എന്ന് വെച്ചാൽ ഈ കൊടുത്തതിൻ്റെ വിധി എന്ത്? തിരിച്ച് മാങ്ങാമോ മാങ്ങാൻ പറ്റല്ലേ? അവിടെ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇത് നിക്ക് ഹദ്യയാണ് എന്ന് ചെന്നിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കൊടുക്കുമ്പോൾ ഇത് നിക്ക് ഹദിയ, അല്ലെങ്കിൽ തബറു എന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ, ഇത് അവർക്ക് തന്നെ തബറു ആയിട്ട് കൊടുത്തതെന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ ആ കൊടുക്കുമ്പോൾ, എങ്കിൽ അതിനെ തിരിച്ച് വാങ്ങണുകയില്ല. വേണ്ടാന്ന് വെച്ചെങ്കിൽ തിരിച്ച് വാങ്ങണുകില്ല. അല്ല, ഹദിയാന്ന് ചൊന്നിട്ടുമില്ല, തബറൂനെ കരുതിയിട്ടുമില്ല, ഈ ഒരു സ്നേഹബന്ധം നിലനിന്നിട്ട് ഈ കല്യാണം പൂർത്തിയാകാനുള്ള ഉദ്ദേശത്തിലാണ് എല്ലാവരും കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്താൽ കല്യാണത്തിൻ്റെ മുമ്പ് ആ നിക്കാഹ് ക്യാൻസലായി എന്ന് കണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് തിരിച്ചു വാങ്ങാനുള്ള അവകാശം അവനുക്കുണ്ടോ? ഇത് ഫത്ഹുൽ മീൻ നോക്കിയാൽ, നിക്കാഹിന്റെ ബാബിൽ നോക്കിയാൽ കാണാം, ഹിബത്തിന്റെ ബാബ് നോക്കിയാൽ കാണാം. നിക്കാഹിന്റെ ബാബിന്റെയും ഹിബത്തിന്റെ ബാബിന്റെയും രണ്ടിൻ്റെ ഇടയിൽ കുറേ മുത്താല ചെയ്യേണ്ടി വരും. കാരണം ഹിബത്തും ബാബിൻ്റെ ഉള്ളതും നിക്കാഹിൻ്റെ സ്വദാക്കിൻ്റെ ബാബിൻ്റെ ലാസ്റ്റിലുള്ളതും ഇത് തമ്മിൽ തയ്യാറുണ്ടോ എന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ തോന്നിപ്പോകും. രണ്ടിനെയും മുത്താല ചെയ്തിട്ട് അവിടെ ജംഅ് ചെയ്തിട്ട് മനസ്സിലാക്കണം, അവിടെ തിരിച്ചു വാങ്ങാനുള്ള അവകാശമുണ്ട്. ഹദ്യ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ തബറു ആണ് എന്ന് കരുതിയിട്ടില്ല എങ്കിൽ അവൾ തിരിച്ചു കൊടുക്കണം. അവ വേണ്ടാനാക്കിയാലും തിരിച്ചു കൊടുക്കണം, ഞങ്ങൾ വേണ്ടാനാക്കിയാലും തിരിച്ചു തരണം. മാലിക് മദ്ഹബിലി അവള് വേണ്ടാനാക്കിയാൽ എന്താക്കണോ? തിരിച്ചു കൊടുക്കണോ. പുതിയാമ്പളെ വേണ്ടാനാക്കിയെങ്കിൽ തിരിച്ചു കൊടുക്കണോ എന്നിട്ട് ഇല്ല എന്നൊരു അഭിപ്രായം അത് ഇത് ചെല്ലുണ്ട്. നാളെ കൊടുക്കാനായിരുന്നു മാലിക് മദ്ഹബിലുണ്ട് എന്നിട്ട് അങ്ങനെ മാലിക് മദ്ഹബിൽ അങ്ങനത്തെ ഒന്നുണ്ട്. നമ്മളെ മദ്ഹബില് രണ്ടാൾ ക്യാൻസലാക്കിയാലും, അങ്ങോട്ടും ക്യാൻസലാക്കിയാലും ഇങ്ങോട്ട് ക്യാൻസലാക്കിയാലും രണ്ട് നിലക്കും എന്താക്കണം? തിരിച്ചു വാങ്ങാനുള്ള അവകാശമുണ്ട്. ഇത് നിക്കാഹിന് മുമ്പ് നമ്മളെ കെ ഉസ്താദ് വന്നിനി, കേന്ന് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ട് കെ സ്ഥലത്തൊരു ഇങ്ങനെ ഉസ്താദ് കൂടെ ഇരിക്കും. എത്ര പേര് ഒരു സത്യം അല്ല, എൻ്റെ എന്തെങ്കിലും ഒരാവശ്യമുണ്ട്, വരും വരും. അങ്ങനെ ഇതായില്ലേ. ഇനി നിക്കാഹ് കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം പെണ്ണ് വേണ്ടെന്നായി,
അല്ലെ പെണ്ണിനിക്ക് ഭർത്താവ് വേണ്ടെന്നായി. വീട് കൂടട്ടെ കൂടാതിരിക്കട്ടെ, നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഭാര്യക്ക് ഭർത്താവ് വേണ്ട, അല്ലെങ്കിൽ ഭർത്താവിനിക്ക് ഭാര്യ വേണ്ട, വീട് കൂടട്ടെ കൂടാതിരിക്കട്ടെ, തലാക്കാക്കി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വാങ്ങാനുള്ള അവകാശമില്ല. കഹറ് ചെയ്തിട്ട് തിരിച്ചു വാങ്ങാൻ അവകാശമില്ല. അവ കൊടുത്തെങ്കിൽ പൊരുത്തപ്പെട്ടിട്ട് കൊടുത്തെങ്കിൽ വാങ്ങാം. ഹക്ക് അവളുടെ ആയിപ്പോയി. നിക്കാഹ് കൈകളോട് അതാൾ മിൽക്കിയത്തിലേക്ക് നീങ്ങി. അറിഞ്ഞല്ലേ? ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. അത് ഇപ്പോൾ സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബംഗാർ അങ്ങനെയാണ്. നിക്കാഹ് കൗഴികളോടുകൂടി അവളുടെ അവകാശമായി. ഇത് നിങ്ങൾ തുഹ്ഫ സർവാനി നോക്കിയാൽ കാണാം. അതേപോലെ തന്നെ ഫതുഹുൽ മുയിൻ്റെ സ്വദാഖിൻ്റെ ഫസിൽ നോക്കിയാൽ, നിക്കാഹിൻ്റെ ബാബിൻ്റെ സ്വദാഖിൻ്റെ ഫസിൽ നോക്കിയാൽ അവിടെയും കാണാം. യാനത്തടക്കം നോക്കുമ്പോൾ കിതാബിൻ്റെ പേജിൽ ഇപ്പോൾ പറയാൻ ചൊല്ലണക്ക് പുരുഷത്തില്ല. ഇതാണ് നോക്ക്. ഇനി ഈ നോക്കൽ എന്ന് പറഞ്ഞല്ല, ഇനി പെണ്ണ് നോക്കൽ സുന്നത്ത്. നോക്കൽ സുന്നത്തുണ്ട്, നോക്കൽ ജായിസ് ഉണ്ട്, നോക്കൽ ഹറാമുണ്ട്. ഒന്ന്. രണ്ടാമത് നിങ്ങൾ കേൾക്കട്ടെ, ഉസ്താദ് നാണ് ഫസ്റ്റ് ഒറ്റയ്ക്ക് പോയിട്ട് പെണ്ണ് നോക്കിയിട്ട് വന്നേ. പിന്നെ ഉമ്മയും പെങ്ങളും നാണും എല്ലാവരും കൂടിയിട്ട് ഒട്ടിക പോയിട്ട് അപ്പരിക്കും നോക്കിയിട്ട് വന്നേ. പിന്നെ ഇപ്പം ഇന്ന് ഉറപ്പു, ഇന്ന് ഡ്രസ്സെല്ലാം കൊണ്ടുപോയിട്ട് ഞങ്ങൾ പോയിട്ട് ഇന്നും ഒരിക്ക നോക്കണം കൊണ്ടു. ഇത് പിന്നെ ഗൾഫിലേക്ക് പോകണ്ടേ. പോയിട്ട് വന്നിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട് പിന്നെ മംഗലാനക്ക് പിന്നെ ഒരിക്കൽ പോയിട്ട് എന്താക്കുന്നോ നോക്കൂടെ. ഇതിൻ്റെ വിധി എന്ത്? എത്ര പേര് നോക്കൽ സുന്നത്തുണ്ട്? ഇത് എത്ര പേര് നോക്കിടാറ്? ഒറ്റക്ക് പോയിട്ട് നോക്കിടാറ്, പിന്നെ പെങ്ങന്മാർ ഒന്നിച്ചിട്ട് പോയിട്ട് പിന്നെ ഒരിക്കൽ നോക്കിടാറ്, പിന്നെ ഉറപ്പുണ്ടെന്ന് പിന്നെ ഒരു നോട്ടം. ഇനി ഏത് സുന്നത്ത്, ഏത് ജായിസ്, ഏത് ഹറാമോ എന്ന് മനസ്സിലാക്കിനാര്? എന്ത് മനസ്സിലാക്കി വെച്ചിനാര്? പെണ്ണിനെ കെട്ടണം എന്ന് ഉറപ്പിച്ചതിൻ്റെ ശേഷം, ഇന്ന പെണ്ണിനല്ല, ഇന്ന പെണ്ണ് കെട്ടുന്നിടത്തല്ല, ഞാൻ കല്യാണം കഴിയുന്നെന്ന് ഉറപ്പിച്ചതിന് ശേഷം അവനിക്ക് ഇജാബത്ത് ചെയ്യുമെന്ന് പ്രതീക്ഷ ഉള്ള ഒരു പെണ്ണിനെ നോക്കൽ സുന്നത്തുണ്ട്. അത് സുന്നത്താണ്. എപ്പോ? ഖബ്ലൽ ഖിത്ബത്തി. എന്താണ് ഖിത്ബത്തിന്റെ അർത്ഥം? ആ ഖിത്ബത്തിന്റെ അർത്ഥം എന്ത്? സാധാരണ എല്ലാവരും അർത്ഥം വെക്കുന്ന അങ്ങനെ പെങ്കെട്ട് പറയുന്നതിന് മുമ്പ് എന്ന്. പെങ്കെട്ട് പറയുന്നതിന് മുമ്പാ നിങ്ങൾ പോയിട്ട് നോക്കുന്നത്, പിന്നെയാ നോക്കുന്നത്? എന്താ ഖിത്ബത്തിന്റെ അർത്ഥം? നിങ്ങളെ ബാപ്പന്മാർ, അതേപോലെ തന്നെ പെണ്ണിൻ്റെ പാർട്ടി, ഞങ്ങളൊത്തൊരു പെണ്ണുണ്ട്, നിങ്ങളെ മോനാക്കാൻ ഉദ്ദേശിക്കുന്നു, അവൻ വന്നിട്ടൊന്ന് നോക്കിട്ട് പിടിച്ചിട്ട് ഇത് പെങ്കെട്ട് പറയുന്ന പെങ്കെട്ട് പറയാതിരിക്കുക. ഇതെന്ത് സുന്നത്തപ്പ? പെങ്കെട്ട് അതിൻ്റെ ശേഷമുള്ളതാ? കാസിം ഉസ്താദ് എൻ്റെ ഉസ്താദിനെ പോലെ വലിയ പണ്ഡിതനാണ്. അവരെല്ലാം ഇരിക്കുമ്പോൾ എങ്ങനെ ഉസ്താദ് വരുന്നപ്പോൾ സാധാരണ പീസ് പോയിട്ട് അയാൾ വരുമ്പോൾ പിന്നെയും പോയിട്ടല്ല. അപ്പോൾ ഖബ്ലൽ ഖിത്ബത്തി, പെങ്കെട്ട് പറയുന്നതിന് മുമ്പും ചെല്ലെങ്കിൽ ഈ പറഞ്ഞത് പെങ്കെട്ടല്ലേ? ഇപ്പം ഞാൻ ചെല്ലില്ലേ, ഒരു എൻ്റെ മോനൊരു പെണ്ണ് ആവശ്യമുണ്ടെന്ന് പെണ്ണിൻ്റെ ഉപ്പനോട് പറഞ്ഞ്, അപ്പോൾ അവരോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പിന്നെ ഒന്ന് നോക്കി തന്നെ മോളെ നോക്കാൻ പറഞ്ഞിട്ടും ചെന്ന് ഈ പറഞ്ഞത് ഖിത്ബത്തല്ലേ? കിതാബിൽ ഇങ്ങനെ ഖബ്ലൽ ഖിത്ബത്തി, പെങ്കെട്ട് പറയുന്നതിന് മുമ്പ് നോക്കൽ സുന്നത്ത്. ഈലൊക്കെ എന്താ ചെല്ലണ്ടേ? അതാണ് സാധാരണ അർത്ഥം വെക്കൽ ഖബ്ലൽ ഖിത്ബത്തി, പെങ്കെട്ട് പറയുന്നതിന് മുമ്പ് എന്ന് അല്ല, ഉറപ്പിക്കുന്നതിന് മുമ്പ്. പെങ്കെട്ട് ഉറപ്പിക്കുന്നതിന് മുമ്പ് നോക്കൽ സുന്നത്ത് എന്ന്. ഇത് ഇറാളാണ്. ഏത്? മുന്നേ പുതിയാമ്പുള്ളൻ്റെ ബാപ്പ കുടുംബക്കാർ പുന്നാട്ടിൻ്റെ പാർട്ടിൻ്റെ പോയിട്ട് ഒരു സൂചിപ്പിക്കലില്ലേ, ഇതിലേക്ക് സൂചന എന്ന് പറയുന്ന. ഇതിലേക്ക് എന്ത് ഇല്ലെങ്കിൽ പോയിട്ട് ഒരു വരക്ക് പോക്കിയിട്ട് പോയിട്ട് നിങ്ങൾ പെണ്ണ് നോക്കാൻ നിങ്ങൾ വിടുവാരോ? അവർ ഏതെങ്കിലും ഒരു വലിയൊരു പെണ്ണുണ്ട് എന്നിട്ട് നിങ്ങൾ അവിടേക്ക് പോയിട്ട് നോക്കണമെങ്കിൽ അവർ വിടുവാറാ? അല്ലെങ്കിൽ പെണ്ണ് ആണ്ട വരക്ക് വേണ്ടേ?
ആരെ നോക്കണമെങ്കിൽ ആണെങ്കിൽ നോക്കണമെങ്കിൽ ഉള്ള കൊണ്ട് പെണ്ണുണ്ട് ആണിനെ നോക്കണമെങ്കിൽ അവിടെ ഇതെന്തിനാ വരിക്കല്ലേ? ഇനി പെണ്ണിന് അതിന് പ്രസംഗിക്കുന്നുണ്ടോ? ആണ് പെണ്ണിന് പോയിട്ട് ആണിനെ നോക്ക അതിന് മുമ്പ് അത് ഒരു സൂചനയാണ്. ആ സൂചന ആക്കിയിട്ട് പോവലാണ് ഏറ്റവും നല്ലത് എന്ന് കുറേ ഇമാമികൾ പറഞ്ഞു. ഇതിനോട് കൂടി പോവലാണ് ഏറ്റവും നല്ലത്. അല്ല ഒരു ഇതിനും വേണ്ടാന്ന് വിലപ്പെട്ട അഭിപ്രായം. ഒരു ഇതിനും ഇല്ലാണ്ട് ഒരു സൂചനയും ഇല്ലാണ്ട് അവർ എനിക്ക് ഇജാബത്ത് ചെയ്യും എന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ പോയിട്ട് നോക്കാം. അതിലൊരു ഇതിൻ്റെ ആവശ്യമില്ല, ഒരു സൂചനയുടെ ആവശ്യമില്ല. മറ്റു ചില മദ്ഹബിൻ്റെ ഇമാമുകളെല്ലാം ഒരു സൂചന കൊടുത്തിട്ട് ഇതിനോടുകൂടി പെണ്ണിൻ്റെ ഇതിനോടുകൂടി നോക്കും പോലാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനില്ലാതെ പോലെ അത്ര നല്ലതല്ല. അപ്പം മുമ്പത്തുള്ളത് അത് ഹിത്ബത്തല്ല, അത് സൂചനയാണ്. സൂചനൻ്റെ സൂചിപ്പിക്കാതെ പോണുക ആവില്ല. അപ്പം അങ്ങനെ സൂചിപ്പിച്ചതിന് ശേഷമാണ് പോൽ നിർബന്ധം സുന്നത്ത്. ഇനി ഹിത്ബത്തായി അത് നമ്മിപ്പോൾ സാധാരണ പറയുന്നത് ആ ഉറപ്പ്. ഇന്ന് ഉറപ്പ് എൻ്റെ മോൻ്റെ ചെല്ലില്ലേ, എൻ്റെ മോളെ ഉറപ്പും ചെല്ലില്ലേ, ഈലക്കാണ് ഹിത്ബത്ത് എന്ന് യഥാർത്ഥ ചെല്ലുന്നത്. പെൺകെട്ട് ഉറപ്പിക്കൽ. ഉറപ്പിച്ചതിൻ്റെ ശേഷം എന്തില്ല നോക്കല് സുന്നത്തുണ്ടാ ഉണ്ടാ ജായിസ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ലൈതമി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഹിത്ബത്തിന്റെ ശേഷം നോക്കൽ ജായിസാണ്, നോക്കാം. മുന്നേ നോക്കിയെങ്കിലും നോക്കിയില്ലെങ്കിലും പിന്നെ ജായിസേ ഉള്ളൂ. റംലി ഇമാമിൻ്റെ അടുക്കൽ നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെയും നോക്കൽ സുന്നത്തുണ്ട് എന്ന് റംലി ഇമാം പറഞ്ഞിട്ടുണ്ട്. പിന്നെയും സുന്നത്തുണ്ട്. അങ്ങനെ അപ്പോൾ പെൺകെട്ട് സൂചിപ്പിച്ചതിൻ്റെ ശേഷം സുന്നത്ത്, ഹിത്ബത്ത് ഉറപ്പിച്ചതിൻ്റെ ശേഷം ജായിസ് അല്ലേ? ഒരിക്കൽ നോക്കി രണ്ടാമത് നോക്കുന്നതിൻ്റെ മസ്അല എന്താ നിങ്ങൾ മനസ്സിലാക്കിനി? ഒരു പെണ്ണ് നോക്കി വരുന്നില്ല, രണ്ടാമത് നോക്കുന്നത് ജായിസ കറാഹത്ത ഹറാമ? തക്രാറ് ജായിസാണ്, ആവർത്തന ജായിസാണ്. ലിഹാജത്തിൻ ആവശ്യമുണ്ടെങ്കിൽ ആവർത്തന ജായിസാണ്. ആവർത്തനം അല്ലെങ്കിൽ ഫസ്റ്റ് പോയിട്ട് നോക്കിനി, ഒറ്റക്ക് പോയിട്ട് നോക്കിയതാണ്, ആ പെണ്ണിനെ നോക്കി വന്ന് രണ്ടാമത് പെണ്ണ് ഉമ്മയും പെങ്ങന്മാറി എല്ലാം കൂട്ടുപോകാൻ പോന്നോ, പോയപ്പോൾ ഒരു സംശയം, ആവശ്യം സംശയം, എനിക്ക് അന്ന് കാട്ടി അതേ പെണ്ണാണോ ഇന്നിവിടെ ചമയിക്കുന്നത് അല്ല ചേഞ്ചാക്കിനാരോ? അങ്ങനെ പണ്ടെല്ലാം അങ്ങനത്തെ ഉണ്ടായി. പണ്ടെല്ലാം അങ്ങനെ അവിടെ ഒരു വലിയൊരു മസാല കിതാബിൻ്റെ ഫിഖിൽ ചർച്ച ചെയ്യുന്നു. ഒരു പെണ്ണിനെ കാണിച്ച് അവൻ അതിനെ ഉറപ്പിച്ച് അവൻ പിന്നെ നോക്കിയിട്ടുമില്ല. അവൻ അതിനെന്നെ കരുതിയിട്ട് നിക്കാഹിന് പോയി. ഈ കാണിച്ച പെണ്ണിനല്ല നിക്കാക്കിട്ട് കൊടുത്തിന്, പിന്നെന്താണ് കാണിച്ച അപ്പുറത്തെ നല്ലൊരു ചന്തത്തിൻ്റെ പെണ്ണ് കാട്ടിനെ ഇളയൻ്റെ മോളെ നിക്കാക്കിന് ഓൻ്റെ സ്വന്തം മോളെയാണ്, അത്ര ഭംഗിയുള്ള മോളല്ല. നിക്കാക്കിട്ട് വരുമ്പോൾ പെണ്ണ് ഇത് ഞാൻ അന്ന് നോക്കിയതല്ല. ആ നിക്കാഹ് സഹിയാകുമോ സഹി ആവൂലേ എന്ന് കിതാബിൽ ഭയങ്കര ചർച്ച ചെയ്യുന്നു. കാരണം ഓ ആരെ ഉദ്ദേശിച്ചിട്ടാണ് കെട്ടിയത്? ആ പെണ്ണിനല്ലല്ലോ നിക്കാക്കിട്ട് കൊടുത്തത്. അത് ഇപ്പം വേണ്ട ഇൻഷാ അല്ലാഹ്. അത് ഇന്നത്തെ കാലത്ത് ഈ ഫോട്ടോ എടുക്കുന്ന കാലത്തെല്ലാം ആ ചേഞ്ച് ആക്കുന്നത് നടക്കുന്ന കാലമല്ല. എങ്കിലും ഫസ്റ്റ് ഒന്ന് നോക്കി വന്ന് ജസ്റ്റ് പെണ്ണുങ്ങളിൽ പോയിട്ടാകുമ്പോൾ ഒരു സംശയം വന്ന് പെണ്ണ് മിറ്റ് ചേഞ്ച് ആക്കിറാറ ഇക്വറ എങ്ക് അങ്ങനെ അങ്ങനത്തെ ഒരു ആവശ്യം വന്നെങ്കിൽ വീണ്ടും പോയിട്ട് നോക്കാം. ജായിസ്, സുന്നത്തല്ല ജായിസ്. അങ്ങനെ നോക്കിയിട്ട് വന്നത് തന്നെ പിന്നെ ആരോ എന്തോ ഒന്ന് പറയുന്ന കേട്ട് ആ പെണ്ണിനെ സംബന്ധിച്ചിട്ട് പിന്നെ അവന് സംശയം വന്ന് ഒക്കെ അങ്ങനത്തെ മുഖത്തിലുണ്ടാ, അല്ല കയ്യിൽ അങ്ങനത്തെ ഒന്നുണ്ടാ, കയ്യിൻ്റെ ബെരൽ 6 നിലട്ട് അല്ല ബെരൽ 3 നിലട്ട് എന്തോ പറയുന്നത് കേട്ടോ ഞാൻ. അപ്പം അവന് സംശയം വന്ന് വീണ്ടും പോയിട്ട് നോക്കാം. ഇത് തൂഫലുണ്ട്. തക്രാറ് ആവശ്യമുണ്ടെങ്കിൽ ഹാജത്തിന് തക്രാറ് ജായിസാണ്. ഇനി ആവശ്യമില്ല, അവൻ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ പെണ്ണിൻ്റെ രൂപം അവനക്ക് മനസ്സിലാക്കി, പെണ്ണിൻ്റെ പ്രകൃതി മനസ്സിലായി. ഇനി ആ പ്രകൃതിയോ ഇതോ അവൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നതുമല്ല, ഇനി പോയിട്ട് ഒരു കൂടുതലൊന്നും അറിയാനില്ല എന്ന് കണ്ടാൽ ആ ഉറപ്പിൻ്റെന്ന് ചമയിച്ചിട്ട് പിന്നെ ഉമ്മമാരും പെങ്ങന്മാരും ബാളാന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് പെണ്ണ് നോക്കണം കാട്ടുന്നില്ലേ, അവനക്ക് ഇന്നൊരു ചേഞ്ച് ഇല്ല, അവളതെന്ത് യാറെ മനസ്സിലാക്കണമെങ്കില്ല
എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോക്കൽ അതിൻ്റെ മസാല എന്ത്? അത് ഹറാമാണ്. അങ്ങനെ 3 വിധമുണ്ട് പെണ്ണ് നോക്കുന്നതിൽ. ഹറാമായ വിധം, ജായിസായ ഹുക്കുമ്, സുന്നത്തായ ഹുക്കുമോ, ഇങ്ങനെ ഒരു പെണ്ണ് നോക്കുന്നതിൽ 3 വിധത്തിലുള്ള മസാലകളുണ്ട്. അറിഞ്ഞ? അപ്പോൾ സ്വർണത്തിൻ്റെ മസാല പഠിച്ചിപ്പ, 2 മസാല പഠിച്ചിപ്പ. ഒന്ന് സ്വർണം അപ്പം കൊടുത്താൽ അതിനെ നിക്കാഹിൻ്റെ മുമ്പാണെങ്കിൽ തിരിച്ചു വാങ്ങാനുള്ള അവകാശമുണ്ട്. നിക്കാഹ് ആയിക്കഴിഞ്ഞാൽ തിരിച്ചു വാങ്ങാനുള്ള അവകാശം ഇല്ല. ഇനി ഒരു എന്താ ഹിത്തത്തിന് മുമ്പ് നോക്കല് സുന്നത്ത്. ഹിത്ബത്തിന് മുമ്പ് സുന്നത്ത്, ഹിത്ബത്തിൻ്റെ ശേഷം ജായിസ്. മുന്നേ നോക്കിയിട്ടില്ലെങ്കിൽ ആ ജായിസായ നോട്ടത്തിലോ അല്ലെങ്കിൽ സുന്നത്തായ നോട്ടത്തിൽ പരിപൂർണമായ ആൾ വസ്ഫ് അവൻ്റെ മനസ്സിൽ പതിഞ്ഞ് ഇതിനൊരു ചേഞ്ച് ഇല്ല എങ്കിൽ പിന്നെ ഹറാമ്. ഈ 3 വിധമാണ് അതിൽ മസാല ഉള്ളത്. ഇനി ഒരു പെണ്ണ് നോക്കിയിട്ടാകുമ്പോൾ ഓനവിടെ വേണ്ടെന്നായി, നക്കിത് വേണ്ട പോവാ എങ്കിൽ കിതാബിൽ ചൊല്ലു അപ്പളെ വേണ്ടെന്ന് ചൊല്ലണമെങ്കിൽ തീർല. അസുക്കൂത്ത് ഔല, അവൻ മുണ്ടാതിരിക്കണം. വന്നിട്ട് ചെല്ലാന്ന് ചെല്ലിട്ട് പറഞ്ഞു. വന്നിട്ട് അവർ ചെല്ലാതിരിക്കുമ്പോഴേക്കും അവർ എന്താ പറയുക, ഇതെന്താ പിടിച്ചിട്ടില്ലാന്ന് അവർ മനസ്സിലാക്കുവാരി. അപ്പളെ നക്കിതാവലാൻ ചെന്നിട്ട് മുഖം തിരിഞ്ഞിട്ട് ചായം കുടിക്കാണ്ട് തണ്ണിയും കുടിക്കാണ്ട് ഒരാൾ പോയിട്ട് അവർ ചായ ആക്കിയിട്ട് വെച്ചിരിക്കിടാറ്, സർബത്തായിട്ട് വെച്ചിരിക്കിടാറ്. ഇതിനെന്തും കുടിക്കാതെ പോണ്ട് നോക്കിട് അവരെ മനസ്സ് നമ്പലാക്കിയിട്ട് തിരിച്ചു വരുന്ന അവസ്ഥ ഉണ്ടാവുന്നത് തീർല. വേണ്ട എന്ന് പോലും ചെല്ലാതിരിക്കലാണ് സുന്നത്ത്. അസുക്കൂത്ത് ഔലാ. എന്നിട്ടും അവർക്ക് ജവാബൊന്നും കൊടുക്കാതിരിക്കുമ്പോൾ അവർ സ്വയമായിട്ട് മനസ്സിലാക്കണോ ഇതെന്താ കുടിച്ചിട്ടില്ല. പെട്ടെന്നൊരു മനസ്സ് നമ്പല കൊടുക്കൽ നല്ലതല്ല എന്ന് കിതാബിൽ ചൊല്ലിട്ടു. അല്ല, കുടിച്ചിട്ട് പറഞ്ഞു അവൻ്റെ മനസ്സപ്പം നമ്പലാക്കണമെങ്കിൽ തീർലാന്ന്. വേണ്ട എന്ന് അറിയിക്കുന്ന രൂപത്തിൽ അപ്പം ഒന്ന് പറഞ്ഞു തീർല. സുക്കൂത്ത്. അവർ ആ സുക്കൂത്തായാലും പിന്നെ അതിൽ നിന്ന് അവർ മനസ്സിലാക്കണമെന്ന് ഇതായിനാണ്. അപ്പം ഇതിൻ്റെ മസാല അവിടെ തീർന്നു. ഇനി അവിടുന്ന് ഞാൻ എന്താക്കാം, ഞാൻ ചുരുക്കി പറയുന്ന ടൈമായി. പിന്നെ ഇനി ഞാൻ ചെന്നത് ചുരുക്കട്ട് 40 ചോദ്യം 40 മസാലയാണ് ഞാൻ ഇതാക്കിയത്. എല്ലാം ചുരുക്കി. ഇനി നിപ്പാട് ചോദിച്ച ഒരു ചോദ്യം, നിക്കാഹിൻ്റെ മജിലിസിൽ ദച്ചിട്ടാകുമ്പോക്കു ബാപ്പ ഒന്നിക്കലെ ബാപ്പ നിക്കാക്കിട്ട് കൊടുക്കണേ. ആ ബാപ്പക്ക് 2 പെണ്ണുമക്കളുണ്ട്. എത്ര ഉണ്ട്? 2. വലിയോളെ പേര് സൈനബ, ചെറിയോളെ പേര് ഫാത്തിമ അല്ലേ? അപ്പോൾ ഇപ്പം എന്താക്കി, നിക്കാഹിൻ്റെ സീകയിൽ സവ്വജത്തുക വങ്കഹത്തുക ഫാത്തിമ ചെറിയ മോളെ പേര് ചെന്ന് നിക്കാഹക്ക് ആർക്ക്? വലിയോൾക്ക്. കെട്ടുനേരെ വലിയോളെന്നെ മംഗാലം, വലിയോൾക്ക് മംഗാലം. പേര് ചെല്ലുമ്പോൾ സവ്വജത്തുക ഹങ്കാത്തുക ബിന്തി ഫാത്തിമ എന്ന് ചെല്ലേണ്ടയുടെ ചെറിയോളെ പേര് ചെന്ന്. ചെറിയോളെ പേര് വേറെ. ഫാത്തിമ എന്ന് ചെല്ലേണ്ടത് ചെറിയോളെ പേര് സൈനബാന്ന് എന്താക്കി പോയി ചെല്ലി. അവൻ കബിൽ മിങ്ക എന്ന് അവനും ചെന്ന. സാക്ഷികളും അവിടെ ഉണ്ട്. സാക്ഷികൾക്കറിയും നിക്കാഹരിക്കാണ് വലിയോൾക്കെന്ന്. ഉപ്പാക്കും ഉറപ്പിച്ചിട്ടുണ്ട്, എന്താക്കിയിട്ടുണ്ട്, തൈനാക്കിയിട്ടുണ്ട് വലിയോളത്. പുതിയാമ്പളം തൈനാക്കിയിട്ട് വലിയോളുന്നത്. പേര് തപ്പിയതാണ് അവിടെ, ചെറിയോളെ പേര്. ഇപ്പം നിക്കാഹ് ആരിത് എന്നിട്ട് നിങ്ങൾ ഇപ്പം മനസ്സിലാക്കിയാൽ ചെറിയാളുടെ വലിയാളുണ്ടാ? അവിടെ പേരിനിക്കല്ല പ്രസക്തിയില്ല. അവർ പുതിയാമ്പുളയും ഒലിയും അവർ ആരെയാണോ തൈനാക്കിയിട്ടുള്ളത് ആ തൈനാക്കിയൽക്കാണ് എന്തുള്ള പ്രസക്തിയുള്ളത്. അതുകൊണ്ട് പേര് തപ്പിയത് കൊണ്ടിട്ട് ഉസ്താദ് ഇളയിലെ പേര് ചൊല്ലിട്ട് നിക്കാക്കിയാൽ നിക്കാഹ് പുതുക്കേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾ ആരെ കരുതിയാറ്? വലിയവളല്ലേ കരുതിന? നീ കരുതിന വലിയവനല്ലേ? വലിയവളല്ലേ വെക്കും. സാക്ഷികൾ ഗൊന്തുണ്ടല്ലേ വലിയവൾ? തീന്ത് നിക്കാഹ് ചെയ്യാ. പേരിന് പ്രസക്തിയേ ഇല്ല. നിക്കാഹിൽ പേര് തപ്പിയത് കൊണ്ട് അവിടെ ഗുതുകലാക്കേണ്ട ആവശ്യമേ ഇല്ല. മോളെന്ന് അറിയിക്കുന്ന വസ്തുക്കൾ ചെല്ലട്ടെ. ഇനി അങ്ങനല്ല, ഇനി ഒരുത്ത നിക്കാഹിൽ കൊടുത്ത് ഇത്ര മാത്രം. അവനക്ക് 2 പെണ്ണുമക്കളുണ്ട്. സവ്വജത്തുക്ക് ബിൻതീന്ന് മാത്രം ചെന്നു. എൻ്റെ മോളെ നിക്ക് ഞാൻ എനാക്കി തന്നു. പേര് ചെന്നിട്ടേ ഇല്ല. പക്ഷെ വലിയ മോക്കാണ് അവൻ കരുതിയത്.
പുതിയാമ്പിളിയും കരുതിനാരെയാണ്? വലിയ മോളെന്നെ കരുതിനെ. പേര് ചൊല്ലിയിട്ടില്ല. സാക്ഷികൾക്ക് അറിയത് മങ്ങലാരിക്കാണ് വലിയ കൊടുക്കുന്നത്. പക്ഷെ അവർ നിർണയാക്കിയത് തന്നെ സവ്വജത്തുക്ക് ബിൻതീന്ന് മാത്രമേ ചൊന്നുറേ. നിങ്ങൾക്ക് ഫതഹുൽ മുഈൻ അവിടെ നോക്കുമ്പോക്കൂ കഫ വലൈസലഹ ബിൻതുൻ ഗൈറുഹു ചൊല്ലുണ്ട്. അത് മതി ആവും. പക്ഷേ അവനിക്ക് എന്തിരിക്കുമ്പോൾ വലൈസലഹു ബിൻതുൻ. അപ്പം പിന്നെ ഒരു മോ ഉണ്ടെങ്കിൽ സൈ ആവലാന്നല്ല ഫതഹുൽ മുഈൻ്റെ ലാഹിർ. ഫതഹുൽ മുഈൻ്റെ ലാഹിർ പിന്നൊരു ഒന്നും ഉണ്ടെങ്കിൽ സഹി ആവല എന്നാണ് ഫതഹുൽ മുഈൻ്റെ ലാഹിർ. രണ്ട് പെണ്ണ് മക്കളുണ്ടെങ്കിൽ സവ്വജത്തുക്ക് ബിൻതി എന്ന് മാത്രം പറഞ്ഞെങ്കിൽ മുബുഹമായി പോയി. ആ മോള ചെറിയ മോള വലിയ മോള എന്ന് മുബുഹമായി പോയി. ആ മുബുഹമായത് കൊണ്ടിട്ട് എന്തായാലും അത് സഹി ആവല എന്നാണ് ഫതഹുൽ മുഈൻ്റെ ലാഹിർ. പക്ഷേ ഫതഹുൽ മുഈൻ്റെ അപ്പുറം മനസ്സിലാക്കണം. കുറച്ച് മുന്നേക്ക് പോയിട്ട് എന്നിട്ട് അവിടെ ഇയാനത്ത് നോക്കണം. അവിടെ നിന്നിട്ട് പിന്നെ തൂഫയിലേക്ക് നോക്കണം. അവിടെ മനസ്സിലാകും. അവിടെ തൈന് മനസ്സിൽ മയ്യനാക്കിയിട്ടുണ്ടെങ്കിൽ വലിയ മോളെന്ന് മയ്യനാക്കിയിട്ടുണ്ടെങ്കിൽ കഫ. അപ്പം ഈ ഫതഹുൽ മുഈൻ്റെ ഇബാറത്തിന് അവിടെ തൈവീര് ചെയ്യണം. അത് മയ്യനെ കരുതാത്ത സന്ദർഭത്തിൽ എന്ന് അധികാലം അങ്ങനെ തെറ്റിദ്ധരിച്ചവരുണ്ട്. ഫതഹുൽ മുഈൻ രണ്ട് മക്കളുണ്ടാകുന്ന അല്ല, അതിനെ തൈവീര് ചെയ്യണം. എവിടെ തൈവീര് ചെയ്യണം? മയ്യനാക്കാത്തടക്ക് എന്ന് തൈന് ചെയ്യണം. അപ്പോൾ ഉസ്താദിൻ്റെ ചോദ്യത്തിന് മറുപടി ആയില്ലേ? ബിൻതിന്ന് ചെല്ലും മതി. ഏനി ബിൻതിൽ സുഗ്ര കുബ്ര അവിടെ മനസ്സിലാക്കണോ? ബിൻതി സുഗ്ര കുബ്രൻ്റെ പേര് പറഞ്ഞ് പ്രശ്നമുണ്ടാ? സുഗ്രാൻ ചെല്ലുന്നത് മതി. അത് ബിൻതി കുബ്ര സുഗ്രൻ്റെ പേര് പറഞ്ഞ് പ്രശ്നമുണ്ടാ? പേരിന് പ്രസക്തിയില്ല, വസ്ഫിലേക്കാണ് പ്രസക്തി. വസ്ഫോട് ഉണ്ടെങ്കിൽ അത് ബായിൽ ചെല്ലിക്ക് വിലയില്ല. മനസ്സിൽ അസരം കരുതിയാൽ മതി. അപ്പം അത് തിരിഞ്ഞല്ലേ? ഇനി പിന്നെ ഒരു ചോദ്യം ഞാൻ എന്ത് കേട്ടത്, ഈ നിക്കാഹിൻ്റെ സീകയിൽ ഇപ്പം അടുത്ത് എനിക്ക് ഫോൺ വന്നത് ഉസ്താദ് തഹ്കീമിൻ്റെ നിക്കാഹ് ഉസ്താദ്. അവിടെ നിക്കാഹിൻ്റെ സന്ദർഭത്തിൽ സവ്വജത്തുക്ക് മൗലിയത്തി എന്ന് പറഞ്ഞതാണ്. സവ്വജത്തുക്ക് മുഹക്കിമത്തി എന്ന് ചൊന്നിട്ടില്ല. ആ നിക്കാഹ് സഹിയാവൂടാ എന്നാണ് ചോദ്യം. എന്തിപ്പം നിങ്ങൾ മനസ്സിലാക്കി? സഹിയാവുന്ന ആവലാന്നാ? സവ്വജത്തുക്ക് ഒരു തഹ്കീമിൻ്റെ നിക്കാഹിൻ്റെ ആണ് സവ്വജത്തുക്ക് മൗലിയത്തി ഫാത്തിമ എന്ന് ചെന്നിട്ട് കൊടുത്തു. സവ്വജത്തുക്ക് മുഹക്കിമത്തി ഫാത്തിമ എന്ന് ചൊന്നിട്ടില്ല. നിക്കാഹ് പുതുക്കണ ഉസ്താദ് അല്ല നിക്കാഹ് മയ്യാവിടാൻ കേട്ടും എന്തരേ എൻ്റെ മസാല എന്തരേ ഈ മൗലിയത്ത് അത് പഠിച്ചു വെക്കണം. ഇന്ന് മൗലിയത്തി എന്ന വാക്ക് കാലിയാർക്ക് മാത്രമേ സീമിത്തായി ആക്കിയിട്ട് അയാളാക്കിയിട്ട് വെച്ചത്. ഈ മൗലിയത്തി എന്ന വാക്കിന് ഞങ്ങളെ ഹക്ക് എന്നിട്ട് കാലിയാർ എന്താക്കിയിട്ട് വെച്ചത്? അയാളക്കല്ല. മൗലിയത്ത് എന്ന വാക്ക് അത് ബാപ്പക്ക് മൗലിയത്ത് എന്ന് വാക്ക് ഉപയോഗിക്കാം, സഹോദരനിക്ക് മൗലിയത്ത് എന്ന് വാക്ക് ഉപയോഗിക്കാം, മുഹക്കമനിക്ക് മൊഹലിയത്ത് എന്ന് വാക്ക് ഉപയോഗിക്കാം, വക്കാലത്തിന് നിക്കാഹിലും മൗലിയത്ത് എന്ന് വാക്ക് ഉപയോഗിക്കാം, തൗലിയത്തിന് നിക്കാഹിലും മൗലിയത്ത് എന്ന് വാക്ക് ഉപയോഗിക്കാം. ആർക്കും മൗലിയത്തും ചെന്ന മയ്യോട് പേര് ചെല്ലണമെന്നില്ല. വേറെ മുഹക്കിമത്തി എന്ന് ചെല്ലൽ നിർബന്ധമില്ല. വക്കാലത്തിനെ സൂചിപ്പിക്കൽ നിർബന്ധമില്ല. വെറും മൗലിയത്തി ഫാത്തിമ നക്ക് അധികാരം ഏൽപ്പിക്കപ്പെട്ട ഫാത്തിമനെ ഞാൻ നിനക്ക് ഇണയാക്കി തന്നു എന്ന് ചെന്നെങ്കിൽ അബ്ബ ചെന്നുങ്ങുമായി കാലിയാർ ചെന്നുങ്ങുമായി സഹോദരനെ നിക്കാക്കുന്നെങ്കിൽ അവൻ ചെന്നുങ്ങൾ മതി. തഹ്കീമിനെ നിക്കാവിൻ്റെ അവിടെയും അതുമായി തൗലിയത്തിനെ നിക്കാവുണ്ട് പെണ്ണെ ഏൽപ്പിക്കുന്ന അവിടെയും അതെന്താവിടൂ എല്ലാത്തിൽക്കും കൊളുത്താൻ പറ്റിയ ഒരു ഇത് വാക്കാണ് ഇത് മൗലിയത്തി എന്ന വാക്ക്. അത് കാലിക്ക് മാത്രം സീമിതല്ല. ഇന്ന് കാലിമാർ മാത്രം നിക്കാക്കുമ്പോൾ മൗലിയത്തിൻ ചൊല്ലുണ്ട്. ബാക്കിയുള്ളവർ ഇപ്പം അതെന്നെ ചൊല്ലണം ചൊല്ലല്ലാനെ ഒരാട് ചെന്നെങ്കിൽ എങ്ങനെ എന്നിട്ട്. അപ്പോൾ ഒരു ചോദ്യം ഉസ്താദ്, ഈ വക്കാലത്ത് എന്ന ലഫ്ള് വക്കാലത്താക്കിയാൽ ചെല്ലൽ നിർബന്ധം ഉണ്ടാകുന്നു. വക്കാലത്തിന് നിക്കാഹ് സവ്വജ്തുക ഹങ്കഹത്തുക ഫാത്തിമത്ത ബിൻത അബ്ദുറഹ്മാൻ മൊക്കിലി അല്ലെങ്കിൽ വക്കാലത്തൻ അൻഹു എന്ന് ചൊല്ലൽ നിർബന്ധമുണ്ടാകും. നിർബന്ധമായ സ്ഥലവുമുണ്ട്, നിർബന്ധമില്ലാത്ത സ്ഥലവുമുണ്ട്. രണ്ട് സാക്ഷികൾക്ക് അത് വക്കാലത്തിന് നിക്കാഹാണ് എന്ന് ഗൊന്തുണ്ടെങ്കിൽ ഗൊന്ത് ഉണ്ട് എങ്കിൽ നിർബന്ധമില്ല.
അത് ഗൊന്തില്ല എങ്കിൽ നിർബന്ധം ചെല്ലാതിരിക്കൽ ഹറാമാണ്. ചെല്ലാതിരിക്കൽ. അപ്പോൾ ഒരു ചോദ്യം, ഉസ്താദ്, സാക്ഷികൾക്ക് ഗൊന്തില്ല, വക്കാലത്തൻ അൻഹുന മുഅക്കിലിൽ നിന്ന് ചെന്നിട്ടുമില്ല, ചെല്ലാതെ നിക്കാഹാക്കിടെ, ആ നിക്കാഹ് സഹിയല്ലേ എന്ന് ചോദിച്ചെങ്കിൽ എന്ത് മസ്അല? ആ മസ്അല എന്ത്? ആ നിക്കാഹ് സഹിയല്ലേ? നിക്കാഹ് സഹിയാണ്. നിക്കാഹിന്റെ സിഹത്തിന് അത് മാനിയല്ല. അത് ഷഹാദത്തിന്റെ സിഹത്തിന്, അതിന്റെ മുബാശറത്തിനോടുള്ള ഹുക്കുമാണ്. ദിയാനത്തിലും ഷർവാനിയെല്ലാം നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. സാക്ഷികൾക്ക് അറിഞ്ഞാൽ പറയൽ ചെറുത്തില്ല, സാക്ഷികൾക്ക് അറിഞ്ഞില്ലെങ്കിൽ പറയൽ നിർബന്ധമാണ്, പറയാതിരിക്കൽ ഹറാമാണ്. ഇനി പറയട്ടെ പറയാതിരിക്കട്ടെ, ആ നിക്കാഹ് എന്താണ്? സഹി ആകും. അത് നിങ്ങൾ ഇനി എവിടെങ്കിലും വക്കാലത്തിന് ചെന്നിട്ടുള്ള ഉസ്താദ് എന്നിട്ട് ഈ ബന്ധവരാജ് ഫോൺ വിളിക്കാൻ തീരില്ല. ഇനി വക്കാലത്തിന് നിൽക്കുക, വക്കാലത്തിന് ചെന്നിട്ടുള്ള ഉസ്താദ് എന്നിട്ട് ഫോൺ വിളിക്കണക്കൂ തീരില്ല. അതിൻ്റെ കണക്ഷനുണ്ട്. ഇനി അപ്പം തഹക്കീമിൻ്റെ ആടെ, വക്കാലത്തിൻ്റെ ആടെ സാക്ഷികൾക്ക് ഇത് വക്കാലത്തിന് നിൽക്കാതെന്ന് അറിയണം. തഹക്കീമിൻ്റെ ആടെയോ സാക്ഷികൾക്ക് ഇത് തഹക്കീമിൻ്റെ നിൽക്കാതെന്ന് അറിയണമെന്നുണ്ടാ? അവിടെ ഹറാമ് വരുമോ? തഹക്കീമെന്ന് മുഹക്കീമത്തിന് ചെല്ലില്ലെങ്കിൽ ഹറാമ് വരുമോ? അവിടെ ഇല്ല. അവിടെ കാരണം ഓനിക്ക് തഹക്കീമാക്കുമ്പോൾ ഓന് സ്വന്തം വിലായത്ത് വന്ന് മുഹക്കനാമൻ സഫീറാണ്. യഥാർത്ഥത്തിൽ അവനല്ല. അവിടെ മാത്രം അറിയൽ കൂടെ. പക്ഷെ അറിയിക്കലാണ് ഏറ്റവും നല്ലത്. ഇതാരാണ് നിക്കാഹാക്കുന്നത് അറിയിക്കലെല്ലാം നല്ലതാണ്. എന്ന് ഞാൻ കേൾക്കുന്നത് സ്വന്തം, അപ്പം ഞാനില്ല, സ്വന്തം ആങ്ങളെ നിക്കാഹിനിരിക്കുന്ന എന്ത് ചെല്ല? മൗലിയത്തിൽ നിന്ന് ഉഖ്തിന്ന് ചെല്ലണമെന്ന് എന്തില്ല? ഇല്ല. എളാപ്പ നിക്കാക്കുന്നത് മൗലിയത്തിൽ നിന്ന് ചെന്ന് മയ്യാട് ഉഖ്തിന് ചെല്ലലെന്തില്ല? കേൾക്കടല്ലേ, തിരുന്നല്ലേ, ചെല്ലന് നിർബന്ധം ഇല്ല. ഇനി കാലി. ഇനി കാലി വേറെ ആളെ ഏൽപ്പിക്കുന്ന രണ്ട് രൂപമുണ്ട്. ഒന്ന് ഇസ്തിഖിലാഫ്, നായിബാക്ക, പകരക്കാരനാക്ക. പിന്നൊന്ന് വക്കാലത്താക്ക. കാലി വക്കാലത്താക്കാൻ പാടുണ്ടോ പാടില്ലേ എന്ന് തർഷി നോക്കിയാൽ കാണാം, ഇയാനത്ത് നോക്കിയാൽ കാണാം, സർവാന് നോക്കിയാൽ കാണാം, ഫത്തുഹുൽമീൻ്റെ ആ മുൽഹക്കാത്ത് നോക്കിയാൽ കാണാം കാലിക്ക് വക്കാലത്താക്കാനുള്ള അവകാശമുണ്ട് എന്ന്. അപ്പം കാലി വക്കാലത്താക്കുന്നതും ഇസ്തിഖിലാഫാക്കുന്ന വ്യത്യാസമുണ്ട്. എന്ത്? ഞാൻ പാട്ട് ചെന്നില്ലേ, കാലിയാർക്ക് ഫോൺ വിളിക്കുമ്പോൾ ജാഗ്രത ആക്കണം. കാലിമാർ ചിലപ്പോൾ ബേസും അവർ പല ചിന്താഗതിയിലും ഉണ്ടാകും. ഫോൺ വിളിച്ചിട്ട് കേൾക്കേണ്ട മസാലല്ല ഈ ഏത് ഇസ്തിഖിലാഫിൻ്റെയും വക്കാലത്തിനെയും കാലിമാരിൽ ഫോൺ വിളിച്ചിട്ട് കേൾക്കേണ്ടതല്ല, അവരടുത്ത് പോയിട്ട് സംസാരിക്കേണ്ടതാണ്. അതുകൊണ്ട് കേൾക്കുന്നവർ വളരെ മൊയിലാക്കന്മാരാണ്. ഫോൺ വിളിക്കുന്നവർ അവർ ജാഗ്രത ആക്കണം. കാലിക്ക് പോയിട്ട് ഫോൺ വിളിച്ചു, ഉസ്താദ് ഞങ്ങളുടെ റായത്ത് ഒരു വലിയില്ലാത്ത പെണ്ണുണ്ട്, ആ പെണ്ണിൻ്റെ നിക്കാഹ് ഉണ്ട് മറ്റ് നിന്ന താരീഖ്, എന്താക്കണം ഉസ്താദ്? നിന്നെ ഞാൻ വക്കാലത്താക്കിയ നീ ആക്ക്. അത് നന്നെ വക്കാലത്താക്കുന്ന അടുത്തൊരു ഫോൺ വന്നങ്ങനെ നന്നെ വക്കാലത്താക്കിയിടും. ഞാൻ കേട്ടത് നിങ്ങളെ വക്കാലത്താക്കിന്ത ഇസ്തിഖിലാഫാക്കിന്ത അത് നക്ക് കൊന്തില്ല. നിങ്ങളെ വക്കാലത്താക്കിന്ത അല്ല ഇസ്തിഖിലാഫാക്കിന്ത കേൾക്കുമ്പോൾ അത് അയാൾ ദബ്ദിബായിത്ത് ഇസ്തിഖിലാഫാക്കിന്ത വക്കാലത്താക്കിന്ത നക്ക് കൊന്തില്ല, നീ ആക്കുന്നു ചെന്നുറുന്നു. വക്കാലത്ത് കാലിയാർ ആക്കണമെങ്കിൽ ആദ്യം ആ കാലിയാർ ആ പെണ്ണിനോട് ഇതിന് ചോദിച്ചോളണം, ഞാൻ നിന്നെ കെട്ടിച്ച് കൊടുക്കട്ട എന്ന് ഇതിനെന്താക്കണം. അതിന് പിന്നെയാണ് ഖത്തീബിനെയോ വേറെ ആരെങ്കിലും വക്കാലത്താക്കാൻ കാലിക്കുന്ന അവകാശം. ആ ഇതിന് കേൾക്കാതെ വക്കാലത്താക്കിയാൽ ആ വക്കാലത്തും സഹി അല്ല, ആ നിക്കാഹും സഹി അല്ല. ഇസ്തിഖ്ലാഫോ കാലിയാർ ഇസ്തിഖ്ലാഫാക്കുന്ന എങ്കിൽ പെണ്ണിൻ്റെ എന്ത് വേണ്ട? ഇതിന് വേണ്ട, സമ്മതം വേണ്ട. പിന്നെ എന്തുമില്ല, നിനക്ക് ഞാൻ ഇസ്തിഖ്ലാഫാക്കി
നീ ആയിക്കോ. അപ്പം നിങ്ങൾ പോയിട്ട് ചോദ്യം എന്താ ഇതിന് കേട്ടെങ്കിൽ മതി, സമ്മതം കേട്ടാലും മതി. പോയിട്ട് സമ്മതം കേട്ടെങ്കിൽ മയ്യാവോട് എന്താക്കണമെന്നില്ല. നിങ്ങൾ കേൾക്കണു, അയാൾ കേൾക്കണമെന്ന് പറഞ്ഞിട്ടില്ല, കാലിയാർ കേൾക്കണമെന്ന് പറഞ്ഞിട്ട് ഇല്ല. ഈ ജണ്ടിൻ്റെ രണ്ട് മസലയാണ്. എന്നൊന്ന് മനസ്സിലാക്കണം. അത് എന്നൊന്ന് മനസ്സിലാക്കി ചെല്ലട്ടെ. നിങ്ങൾ ഫോൺ വിളിക്കുമ്പോഴേക്കും അയാൾ ഏതെങ്കിലും ഒരു നാട്ടിൽ കാറിൽ പോയിക്കൊണ്ടിരിക്കും. ആ സന്ദർഭത്തിലാണ് നിങ്ങൾ ഫോൺ വിളിക്കുന്നത്. ശ്രദ്ധയില്ലാതെ മറ്റും നിങ്ങൾ ഇസ്തിഖ്ലാഫാക്കി എന്ന് ചെല്ലെങ്കിൽ ആ ഇസ്തിഖ്ലാഫ് സഹിയാകുമോ? ഈ ഫോണിൽ വിളിക്കുന്നതിൻ്റെ സ്ഥാനം എത്രയാണുള്ളത്? ഈ ഫോണിൽ വിളിക്കുന്നതിൻ്റെ സ്ഥാനം റിസാലത്തിൻ്റെ സ്ഥാനമാണ് അതിലേക്കുള്ളത് എന്നിട്ടാണ് ഇന്നത്തെ എല്ലാ സർവ്വ ഫുഖാഹും പറയുന്നത്. അതിലേക്ക് ഇത് കത്ത് എഴുതിയതിൻ്റെ സ്ഥാനമേ ഉള്ളൂ എന്ന്. കത്തിൻ്റെ സ്ഥാനം. ഈ കത്തിൽ എഴുതിയെങ്കിലുള്ള മസ്അല എന്തോടെ? കാലിയാർ ഒരു കത്ത് എഴുതിയിട്ട് ഒരുത്തൻ ഇസ്തിഖ്ലാഫാക്കിയുള്ള മസ്അല എന്ത്? നിങ്ങളെ ഞാൻ പകരക്കാരനാക്കി എന്ന് കാലിയാർ എന്താക്കി? ഒരു കത്ത് മുഖേന എഴുതിയിട്ട് കടത്തി. എന്താണ് അവിടെ മസ്അല? അത് സ്വീകാര്യമാണോ? ഫതുഹുൽ മീൻ നോക്കി. ഫർഉൻ ലൗ ഇസ്തഖ്ലഫൽ ഖാദി ഫഖീഹൻ ഫീ തസ്വീജ് ഇംറഅത്തിൻ ലം യക്ഫിൽ കിതാബ്. എഴുതിയിട്ട് ഒരാളെ നിങ്ങളെ ഞാൻ നായിബ് ഖാലിയാക്കി എന്നിട്ടൊരു കത്ത് എഴുതിയിട്ട് കടത്തി. നിങ്ങളെ ഞാൻ നായിബ് ഖാലിയാക്കി, ഇന്ന് നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നായിബാക്കി, നിങ്ങളെ പകരക്കാരനാക്കി എന്ന് കത്ത് എഴുതിയാൽ കത്തെന്താവില്ല? മതിയാവില്ല. ബൽ യുസ്തറത്തു ലഫ്ളു മിൻഹു വലൈസ ലിൽ മക്തൂബി ഇലൈ ഇത്തിമാദുൽ ഖത്തി ഹാദാ മാ ഫീ അസിർ റൗലത്തി വതളീഫുൽ ബുൽകൈൻ ലഹു മർദൂദുൻ ബിതസ്രീം ബിഅന്നൽ കിതാബത്തു വഹദാ ലാ തുഫീദു ഫിൽ ഇസ്തിഖ്ലാഫി ബൽ ലാ ബുദ്ദ മിൻ ഇശ്ഹാദി ഷാഹിദൈനി അലാ ദാലിക ഖാല ശൈഖുനാ ഫീ ശർഹിൽ കബീർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ. അത് നിങ്ങൾ നോക്കിക്കോളി. വക്കാലത്തിൻ്റെ വയജൂദു ലിസൗജിൻ തൗക്കീലും ഫീ കബൂലി എന്നതിൻ്റെ മത്തിൻ്റെ മീത നോക്കിക്കോളി. എന്തിനു ചെന്നോ? കാലിയാർ ഒരാളെ പകരമാക്കുമ്പോൾ കത്തി എഴുതിയെങ്കിൽ മതിയാവൂല. പിന്നെ കത്തി എഴുതുകയാണെങ്കിൽ ആ കത്തി എഴുതുന്ന സന്ദർഭത്തിൽ ബായിലും കൂടി പറയണം, ഞാൻ ഇന്ന ഖത്തീബിനെ ഞാൻ പകരക്കാരനാക്കി നിക്കാക്കണം. ബായിൽ പറഞ്ഞാൽ പോരാ. ആ ബായിൽ പറയുമ്പോൾ അടുത്ത് 2 സാക്ഷികൾ വേണം. ഇസ്തിഖ്ലാഫിന്റെ മസല എങ്ങനെയാണ്? മിൻ ഇശ്ഹാദി ഷാഹിദൈനി. അപ്പൊ കാലിയാർ കാറിൽ പോകുമ്പോക്കു നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ ഡ്രൈവർ ഒറ്റക്കായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾ ഇസ്തിഖ്ലാഫ് ആക്കിയാലോ എന്താ? 2 സാക്ഷികളില്ല. ഉണ്ട് ബായിൽ പറഞ്ഞു. ഈ മൊബൈലിലുള്ള ഫോണിനും വാട്സപ്പിലുള്ള എഴുത്തിനൊക്കെല്ലാം അതിൻ്റെ വോയിസിനൊക്കെല്ലാം ഒരു ഖത്തിൻ്റെ സ്ഥാനം മാത്രമാണ് ഇന്ന് ആലിമ്യങ്ങൾ കൽപ്പിക്കുന്നത് കൊണ്ടിട്ട് അപ്പോൾ ഒരു കാറിലിരുന്നിട്ട് പറഞ്ഞെങ്കിൽ എന്താവില്ല, അത് അവിടെ 2 സാക്ഷികൾ വേണം. ബായിലേ പറയണം, പറയുമ്പോൾ 2 സാക്ഷികളും വേണം. അടുത്ത് ചെല്ലുമ്പോൾ വേണ്ട. ഹുദൂറിൽ ചെല്ലുമ്പോൾ നിന്നെ ഇസ്തിഖ്ലാഫാക്കി ചെല്ലുമ്പോൾ എന്ത് വേണ്ട? ഇത് ഗൈബത്തിൻ്റെ വിഷയമാണ്. കത്തിൻ്റെ ഹുക്കുമ് എന്ന് വെക്കുമ്പോൾ എന്നെ കത്തിൻ്റെ ഹുക്കുമ മാത്രമാണോ ഈ ഫോണിനുള്ളത്, അല്ല അതിനേക്കാൾ ശക്തി ഉണ്ടോ, അല്ലെങ്കിൽ അതിനേക്കാൾ കൊറടി ഉണ്ടോ എന്ന് എനിക്ക് ഉസ്താദന്മാരാണ് പറയേണ്ടത്. എനിക്ക് ഞാൻ അറിഞ്ഞിടത്തോളം ഞാൻ അറിഞ്ഞിടത്തോളം ഇനി എങ്ങനെ അല്ല ഇങ്ങോട്ട് വിളിച്ച കാലിൻ്റെ അടുത്ത് 2 ആൾ വേണമെന്ന്. കാലിൻ്റെ അടുത്ത് 2 സാക്ഷികളും. നിങ്ങളടുത്ത് കണ്ടിട്ട് അവർ സാക്ഷി നിൽക്കണമെന്ന് പറയുന്നില്ല. കാല് ഡിക്ലെയർ ആക്കുമ്പോൾ 2 സാക്ഷികൾ കാലിൻ്റെ അടുത്ത് വേണം. ഇങ്ങനെ അങ്ങ് ചോദിക്കുമ്പോൾ അങ്ങ് ചോദിക്കുമ്പോൾ അല്ല വീടല്ല, കാലി അവിടെ ബായിൽ പറയുമ്പോൾ 2 സാക്ഷി വേണം കാലിൻ്റെ അടുത്ത് നിന്ന് വേണം എന്നിട്ടാണ് കിതാബിൽ ഫതുഹുൽ മീൻ പറയുന്നത്. ഇത് റിസാലത്തിൻ്റെ സ്ഥാനമാണ് എന്ന് വെക്കുമ്പോൾ അപ്പോൾ ഒരു ചോദ്യം ഉസ്താദ് ചോദിച്ചേ, പെട്രോൾ പമ്പിൽ കാലിയാറുണ്ടെങ്കിൽ ആ അവിടെ വിലായത്തിൻ്റെ മക്കാം അല്ലെങ്കിലോ, കാലിൻ്റെ വിലായത്തിൻ്റെ മക്കാം അല്ലെങ്കിലോ? ഇബ്നു ഹജർ ലൈത്തമിൻ്റെ അഭിപ്രായ പ്രകാരം ഒരിക്കലും പറഞ്ഞത് സഹിയല്ല. വിലായത്തിൻ്റെ മക്കാനിൻ്റെ ഉള്ളിലായിട്ടായിരിക്കണം എന്താക്കണം അയാൾ ഇസ്തിഖ്ലാഫാക്കുന്നതാക്കേണ്ടത്. വിലായത്തിൻ്റെ മക്കാനിൻ്റെ കാരിജിരി ഇബ്നു ഹജർ ലൈത്തമിൻ്റെ അടുത്ത് നടക്കല. എങ്കിലും ബഹുമാനപ്പെട്ട റംലി ഇമാമിനിക്ക് അഭിപ്രായം
ഈ റംലി ഇമാം ചെല്ലുമ്പോൾ ശരിയാക്കുന്നില്ല. രണ്ടും ഒരേ തുല്യതയിലുള്ള നാണ്യങ്ങളാണ്. റംലി ഇമാമിൻ്റെ മസ്അല മൂത്തമത് തന്നെ, ഇബ്നു ഹജറുൽ ഹൈതമിൻ്റെ മസ്അല മൂത്തമത് തന്നെ. ഞമ്മ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളെ ഉസ്താദായത് കൊണ്ടിട്ട്, ആ പാരമ്പര്യത്തിൽ ഇങ്ങനെ വന്നത് കൊണ്ടിട്ട് മഖ്ദൂം തങ്ങളെ ഇബ്നു ഹജറുൽ ഹൈതമിനെ ഞമ്മ അംഗീകരിക്കുന്നുണ്ട്. അല്ലാത്ത യമനും ആ ഭാഗത്തവരെല്ലാം അറബികളെല്ലാം സാധാരണ അംഗീകരിക്കുന്നത് ഇബ്നു ഹജറുൽ ഹൈതമിനെ അല്ല, അവരെല്ലാം റംലി ഇമാമിനെയാണ് അംഗീകരിക്കുന്നത്. രണ്ടും തുല്യതയുള്ളവരാണ്. രണ്ടാളെ മസ്അലും തഹ്കീഖന്നെ. റംലി ഇമാമിൻ്റെ അടുക്കൽ വിലായത്തിൻ്റെ മക്കാമ് അല്ലാത്തടയും എന്താക്കുക, കാലിക്ക് എന്തെങ്കിലും ഇങ്ങനെ വിഷയം ഏൽപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചിലപ്പോൾ കാലിമാർ ഉള്ള റായത്ത് അവർ കാലിയേറ്റിരിക്കല, കാലിമാർ ഉള്ള നാട്ടിൽ ചിലപ്പോൾ അവർ കാലിയേറ്റിക്കല. അപ്പോഴായിരിക്കും അവരെ പുരക്ക് വരുന്നത്. ആ സന്ദർഭത്തിലായിട്ട് നിങ്ങൾ നിക്കാക്കിയിട്ട് കൊടുക്കോറൂ, നിങ്ങളെ ഞാൻ ഏൽപ്പാട്ടിയെ നൽകി അരിശലിന കാലി അരിശലിനായിട്ട് കോട അയാൾ ഔത്തിരുന്നിട്ട് ഔത്തെന്തായിട്ടിരിക്കല, അയാളെ വിലായത്തിൻ്റെ മക്കാമല്ല എങ്കിലും അപ്പോൾ ആ റംലി ഇമാമിൻ്റെ അഭിപ്രായത്തിന് തഖ്ലീദ് ചെയ്തിട്ട് അങ്ങനെ ചെല്ലാം. ഇല്ലെങ്കിൽ ഗലാട്ടാക്കേണ്ടി വരും. തന്നെ കാലിയാക്കോറും ഈ റായത്തിലും കാലിയാക്കോറും ഗലാട്ടാക്കേണ്ടി വരും. നക്കിങ്ങനെ അധികാരം കൊടുക്കണതാവില്ല എന്നിട്ട് അങ്ങനെ എങ്ങനെ അവകാശമേ ഇല്ല. അവൻ ഒക്കാലത്താക്കാം. ഗൾഫിലുള്ളവനക്ക് ഊടെ ഉള്ള ആരെയും വക്കാലാക്ക. കാക്കന്മാർക്ക് ഒരു നിരക്ക് നിൽക്കാൻ എന്തെല്ലാം അവകാശം ഇല്ല. കാക്കന്മാരെ വക്കാലത്താക്കിയെങ്കിലോ പറ്റൂ. വക്കാലത്ത് ആരെയാക്കാം? കാലിക്ക് വക്കാലത്താക്കാം. കാലി ഞാനില്ല. കാലി വക്കാലത്താക്കുന്ന ഇസ്തിഗ്ലാഫിന് രണ്ടാണ്. കാലി വക്കാലത്താക്കുമ്പോൾ പെണ്ണിനോട് ഇതിനെന്തായിക്കൊള്ളണം, പിന്നെ ചോദിച്ചോളണം. ഇല്ലെങ്കിൽ വക്കാലത്താക്കാൻ പാടില്ല. ഇസ്തിഗ്ലാഫാക്കുമ്പോൾ കാലിയാർ എന്താക്കണ്ട, സമ്മതം കേൾക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. തിരിഞ്ഞില്ലേ? ഏത് വക്കാലത്തിന്? കാരണം ഇയാൾ വക്കാലത്താക്കണമെങ്കിൽ ഈ പെണ്ണിൻ്റെ സമ്മതം കിട്ടിയിട്ടുണ്ടെങ്കിൽ മുന്നേ അത് വാടകയിൽ നിന്ന് ഖാരിജിൽ വക്കാലത്താക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മതി മതി. നായിബ് കാലി, ഇപ്പം ഉദാഹരണം ഞാനേ ഇപ്പം നായിബ് കാലി, എനക്ക് നിങ്ങളെ പകരാക്കാൻ അവകാശമില്ല. കാലിയാർ ചെല്ലിട്ടുണ്ടെങ്കിൽ ആക്കാം. നിങ്ങളും നിക്കാക്കിട്ട് കൊടുക്കി, നിങ്ങൾക്ക് വലിയില്ലാത്ത നിക്കാഹ് ആക്കാനുള്ള അവകാശം തന്നു. നിങ്ങൾക്ക് വേറെ ആളെ വക്കാലത്താക്കാനും അല്ലെങ്കിൽ ഇസ്തിഗ്ലാഫാക്കാനും അധികാരം തന്നു എന്ന് കാലിയാർ എൻ്റെ ചെല്ലിട്ടുണ്ടെങ്കിൽ, അല്ലാതെ നായിബ് കാലിനിക്ക് എന്താവില്ല പിന്നെ തന്നെ ആക്കണം അവകാശം ഇല്ല. ഏതിലില്ല. അയാൾ സമ്മതം കൊടുക്കണം. മുന്നേ മൊത്തത്തിൽ നിങ്ങൾക്ക് രണ്ടും തന്നു നിന്നിട്ട് താജുലുലമ അങ്ങനെ ആയിക്കൊണ്ടായി. എനിക്ക് പകരമാക്കാൻ വേണ്ടിയിട്ടും കാലി വയ്യത്ത് ചെയ്യുന്നതെല്ലാം പകരമാക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ എന്താക്കി, എനിക്ക് കാലിക്കേ ഉണ്ടത്, ആ നിയമം ആരിക്കേ ഉണ്ട്. കാലിനെ വയ്യത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താജുലുലമ അത് വളരെ ശ്രദ്ധിച്ചുണ്ടായി. താജുലുലമ വയ്യത്ത് ചെയ്യുമ്പോൾ അപ്പോൾ കേൾക്കൂ, എനിക്ക് ഇസ്തിഗ്ലാഫാക്കാനും അധികാരം തന്നല്ലടാ കേൾക്കൂ വയ്യത്ത് ചെയ്യുമ്പോൾ മൂപ്പര്. അപ്പോൾ മൂപ്പര് അവരെന്ന് ഇസ്തിഗ്ലാഫ് ആക്കണമെങ്കിൽ അവർക്കത് വേണം, ബാക്കിയുള്ളവരുടെ സമ്മതം വേണം. കാലിയാക്കര ഇസ്തിഗ്ലാഫാക്കിയത് ഒരു സമ്മതം വേണം എന്നാണ്. ഇമാമിൻ്റെ സമ്മതമാണ് വേണ്ടിയത് എന്നും അല്ല, അഹ്ലുൽ അല്ലി ഉൽ അഖദിൻ്റെ അവിടെയും അങ്ങനത്തെ അവകാശമുണ്ട്. അതിൻ്റെ ഒരു ആ ദുഷ്കത്തിന് വേണ്ടി താജുലുലമ എന്തായിക്കൊണ്ടായി, ഇമാമുൽ ആദം കാലിയാക്കുമ്പോൾ കാലിക്ക് എന്ത് വേണം, അവിടെ ഇസ്തിഗ്ലാഫാക്കാനുള്ള അധികാരം കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കില്ല. അപ്പം അഹ്ലുൽ ഹല്ലി വൽ അഖദിന് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടു എന്ന ആ അടിസ്ഥാനത്തിൽ താജുലുലമ ദുഷ്കം പ്രവർത്തിച്ചിട്ട് എന്താക്കിനി, എനിക്ക് അതിനും അവകാശം ഉണ്ടാ എന്ന് പറഞ്ഞുകൊണ്ടുണ്ടായി ഇതാക്കുമ്പോക്കും. പിന്നെ ഇനി വേണ്ട 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 വക്കാലത്താക്കുമ്പോൾ സാക്ഷി വേണ്ട. ഇനി
നിക്കാഹ് ആ എങ്ങനെ വക്കാലത്താക്കുന്ന പെണ്ണിൻ്റെ ഒന്ന് കേട്ടോണ്ടേ കേൾക്കണു അയാൾ പെണ്ണിനോട് ഫോണിൽ കേട്ടെങ്കിൽ മതിയാന്ന്. ഇതിന് എന്ന് കേൾക്കുന്നതും വക്കാലത്തി എന്നതും അതിൽ ഹുസ്നുൽ തന്നുണ്ടെങ്കിൽ മദീന. അപ്പം ആങ്ങളെ ഗൾഫിലുള്ള ബാപ്പയില്ല പെണ്ണിന്, ആങ്ങളെയാണ് ഗൾഫിൽ ഉള്ളത്. അവന് നിക്കാഹിന് വരാൻ കഴിയുന്നില്ല, നിക്കാഹിന് വരാൻ കഴിയുന്നില്ല. അവൻ എന്താക്കുന്നത്, പെണ്ണിനോട് ഫോണിൽ കൂടി ഇതിനെടുക്കണം. അവൻ ഫോണിൽ എടുക്കണമെന്നില്ല. ആ പെണ്ണ് കൂടെ ആരോടെങ്കിലും പറഞ്ഞെങ്കിൽ മതി, ഞാൻ എൻ്റെ ജ്യേഷ്ഠന് നിക്കാഹാക്കി കൊടുക്കാൻ വേണ്ടി അവകാശം കൊടുത്തു എന്ന് ആരോടെങ്കിലും ബായിൽ തുറന്നിട്ട് പറയണോ അവളെ പരലി, എൻ്റെ ഗൾഫിലുള്ള ജ്യേഷ്ഠന് ഞാൻ നിക്കാഹാക്കാനുള്ള അവകാശം കൊടുത്തു എന്ന് അവൻ കേട്ടിട്ടേ വേണ്ട, കേട്ടിട്ടാവണമെന്നില്ല. ഇനി ഫോണിൽ കൂടി കേട്ടുണ്ടാവില്ല, അത് മതിയാണ്. ഇനി അവൻ ഗൾഫിൽ നിന്ന് പള്ളിൻ്റെ ഖത്തീബിനെ വക്കാലത്താക്കുന്ന ഉസ്താദ് നക്ക് പറഞ്ഞുകാവില്ല, നിങ്ങൾ എന്താക്കോ നിക്കാകും. അപ്പം ഖത്തീബിന് ഒരു ഉസുനുള്ളന്നുണ്ട്, ഇത് ആങ്ങൾ തന്നെയാണെന്ന് ഉസുനുള്ളന്നുണ്ടെങ്കിൽ മൈ ഡയറക്റ്റ് അവിടെ വേണമെന്ന് ഇല്ല. ആ എന്താ ഇല്ല, അത് ഇല്ലേ ഇല്ല, നമ്മളെ മദ്ഹബിൽ ഇല്ലേ ഇല്ലല്ലേ, അത് അനഫിലേക്ക് പോകണം. ആ ഇനിയിപ്പോൾ ഉസ്താദ് ഇനി നമ്മൾ കാലിയാറിൽ കേൾക്കേണ്ട മസാലയാണ്. എൻ്റെ ഒരു സംശയം ഉസ്താദ് തീർത്തു തരൂ എന്ന് വിചാരിക്കുന്നു ഞാൻ. നിക്കാഹ് നടക്കുന്ന സന്ദർഭത്തിൽ പുതിയാപ്പിള പറയുന്നത് വലിയ കേൾക്കണം എന്നുണ്ടോ, വലിയ പറയുന്നത് പുതിയാപ്പിള കേൾക്കണം എന്നുണ്ടോ? ചോദ്യം മനസ്സിലാക്കി. വലിയ സവ്വജുത്തുക്ക അഹങ്കാവത്തുക്ക് ബിന്തി എന്ന് പറയുന്നത് ആര് കേൾക്കേണ്ടതുണ്ടോ? പുതിയാപ്പിള. പുതിയാപ്പിള പറയുന്നത് കേൾക്കേണ്ടത് നിർബന്ധമുണ്ടോ? ഒരു ചോദ്യം. ഉസ്താദ് മറുപടി പറയുന്നു, പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ചോദ്യം, ഈ നിക്കാഹ് നടക്കുന്ന വലിയും സൗജും ബായി പറയുന്നത് സാക്ഷികൾ ആ ബായിനെ നോക്കേണ്ടതുണ്ടോ? പറയുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചെങ്കിൽ മതിയാ, ആ മജ്ലിസിൽ ഹുദൂറുണ്ടെങ്കിൽ മതിയാ, അതല്ല അവർ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അവൻ ബായിൽ ഉച്ചരിക്കുന്നത് കേൾക്കണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിനാരി. നിങ്ങൾ എങ്ങനെയാണ് നിക്കാക്കിട്ട് കൊടുക്കുന്നത്? എന്താ അല്ല, അതെങ്ങനല്ല. ഇപ്പം എന്ത് അതിന് അങ്ങനെ കാണണം എന്നാണോ, നിങ്ങൾ ബായി തന്നെ കാണണം എന്നാണോ നിങ്ങൾ തഹ്കീക്കാക്കിയിട്ടുള്ളത്? അല്ല അവിടെ ഹുദൂറുണ്ടെങ്കിൽ മതി എന്നാണോ തഹ്കീക്കാക്കിയിട്ടുള്ളത്? മതി, കാണണമെന്നില്ല. അപ്പോൾ ബഷർ വേണമെന്നിട്ട് അത് വലിയൊരു ചർച്ചയുള്ള വിഷയമാണ്. അവിടെ ദുഷ്കം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഐതമി തൻ്റെ ഫതാവുൽ കുബ്രയിൽ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നു. അവിടെ ചെന്ന് ബായ് വീട് കാണാത്തവൻ അവൻ സാക്ഷിക്ക് പറ്റല. സാക്ഷിക്ക് നാളെ നിക്കാഹ് ആയിട്ടില്ലേ എന്ന വിഷയം ചർച്ച വരുമ്പോൾ കാലിൻ്റെ അടുത്ത് നീ കണ്ടിനല്ല അവൻ്റെ ബായ് നോക്കിയിട്ടാണ് നീന്? ഇല്ല, പിന്നെ ഞാൻ അടിക്ക് നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അവിടെ എന്ന് ചെന്നെങ്കിൽ അവൻ കാലിക്ക് നിക്കാഹ് ആയിട്ടുണ്ട് എന്ന് സുബൂത്താക്കാൻ സാക്ഷിക്കാൻ പറ്റല. നിക്കാഹ് സഹി ആകും എന്നതാണ് ഫതാവൽ കുബ്രൻ്റെ ഇബാറത്ത് സൂചിപ്പിക്കുന്നത്. എങ്കിൽ തൂഫൻ്റെയും സർവാനിനും മറ്റെല്ലാം നോക്കുമ്പോൾ വളരെ സംശയമായ ഒരു മസലയാണത്. കാരണം ഇല്ലെങ്കിൽ ബസറിന് അർത്ഥമില്ല. കാണണം ചെല്ലുമ്പോൾ ഇങ്ങനെല്ലാം ഒരു സംശയമുള്ളത് കൊണ്ടിട്ട് ഉസ്താദ് എങ്ങനെ ആയിരിക്കും ഉസ്താദ്? അപ്പോൾ സൂക്ഷ്മത അവിടെ ഫതാവുൽ കുബ്രയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സാക്ഷിക്ക് പറ്റല എന്നല്ല മാത്രമേ എന്തല്ലാതെ നിക്കാഹ് എന്താ സിഹത്തിന് മാനിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സുആലിൻ്റെ ജവാബിലായിട്ട്. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കലാണ്. നമ്മളെല്ലാവരും വിളിക്കുന്നില്ലേ, വിളിക്കുമ്പോൾ ഒരു ഖത്തീബ് ചെൽട്ട് കൊടുക്കുന്ന ആളെങ്കിലും കുറേ ഖത്തീബന്മാർ അടിക്ക് നോക്കിയിട്ട് ചെൽട്ട് കൊടുക്കുന്നവരുള്ളാൽ മുഖം നോക്കലേ ഇല്ല, അടിക്ക് നോക്കിയിരിക്കണം. അവനെ വീട് നോക്കില്ല, ഓണം വീട് അടിക്ക് നോക്കിയിട്ട് ചെല്ലും. നല്ലത് ഖത്തീബ് ഒന്ന് സാക്ഷിയാവലല്ലേ നല്ലത്. അപ്പോൾ ഖത്തീബ് ഒന്ന് പുതിയാമ്പിളിനെ വീട് നോക്കാം, ഒലീൻ്റെ വീട് നോക്കാം, അപ്പുറത്ത് മുഅദ്ദിനുണ്ടാകും, അല്ല വേറെ ആരുണ്ടോ അവർ ഒന്നെന്താക്കാം നോക്കാം.
ആ ഒരു ദുഷ്കത്തിന് നിക്കാഹ് വലിയ ദുഷ്കത്തിൻ്റെ വിഷയമല്ലേ. അപ്പോൾ നോക്കലാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ വിഷയത്തിൽ കൂടുതൽ നമ്മൾ തഹ്കീക്കാക്കേണ്ടതുണ്ട്. പുതിയാമ്പിള പറയുന്നത് കേൾക്കേണ്ടതുണ്ടാ? പുതിയാമ്പിള പറയുന്നത് വലിയ കേൾക്കണോ? വലിയ പറയുന്നത് പുതിയാമ്പിള കേൾക്കണം, സാക്ഷികൾ കേൾക്കണം. സാക്ഷികൾ രണ്ടാൾ കേട്ടിട്ടേ വേണം, സമാവ് വേണം. ഓരോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കണോ? കേൾക്കണ്ടേ? ഈ വിഷയത്തിലും കൂടുതൽ നിങ്ങൾ തഹ്കീക്കാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ നമ്മൾ പിന്നെ ഉസ്താദിനെ ഫോൺ വിളിക്കുക. ഉസ്താദ് അപ്പോൾ എന്താക്കും പറഞ്ഞു തരും ഇൻഷാ അല്ലാ. കൂടുതൽ ആ വിഷയത്തിൽ കിതാബിൽ ഇടീ വാട് നോക്കിയിട്ടും പുതിയാമ്പിള പറയുന്നത് വലിയ കേൾക്കണോ, വലിയ പറയുന്നത് പുതിയാമ്പിള കേൾക്കണോ എന്നത് വിഷയത്തിൽ ഇബാറത്തോടെയും ഇതുവരെ പരിധി കിട്ടിയിട്ടില്ല. എങ്കിലും മനസ്സിലാകുന്ന കേൾക്കണം എന്നാണ്. അത് കേൾക്കലാണ് ഏറ്റവും ഉത്തമം. കേൾക്കുന്ന റൂതിയിൽ തന്നെ നിങ്ങൾ നിക്കാക്കിയിട്ട് എന്താക്കണം, കൊടുക്കണം. മതി. ആ ആ ആ അതില്ല, അങ്ങനെയില്ല. എങ്ങനെ അത് നോപ്പിക്കൽ? അതെ അതല്ല ദുഷ്കത്തിന് നിന്നിട്ട് അങ്ങനെ നോക്കൽ സുന്നത്തിൽ അതൊരു പൂർണ്ണമായ രൂപമാണ്. ഇനി ഉസ്താദ് ഇനി ചെല്ലുന്നെങ്കിൽ ഒരുപാടുണ്ട്. ഇനി ആ കൊടുക്കുന്ന മഹറിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് പഠിക്കണം. ഞങ്ങളുടെ ടൈമായി. കൊടുക്കുന്ന മഹർ ബന്ധപ്പെട്ടെങ്കിൽ എന്ത്, പെണ്ണ് ഫസ്കാക്കിയാലെന്ത്, ആണ് ഫസ്കാക്കിയാലെന്ത്, മഹറിൻ്റെ വിഷയം അത് പഠിക്കേണ്ടെന്ന് വിശാലമായ ചർച്ചയാണ്. പിന്നെ ഫസ്ക് എപ്പോഴാണ് ആക്കേണ്ടത്, അത് ഫസ്കിൻ്റെ മസാല എല്ലാവരും ഇന്ന് അധിക പെണ്ണുങ്ങളും പുതിയാമ്പിള്ള ശരിയില്ലാണ്ട് ഫസ്കാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ തന്നെ ഒരു ഏതോളം പെണ്ണുങ്ങൾ ഫസ്കിൻ്റെ വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു നിവൃത്തിയില്ലാതെ വിഷമത്തിലാണ് ഞാൻ ആ വിഷയത്തിലുള്ളത്. ഫസ്കാക്കി കൊടുക്കാനും കൊന്നില്ല, ആക്കാതിരിക്കാനും കൊന്നില്ല. ഇങ്ങനെ എല്ലാം നിൽക്കുമ്പോൾ ഫസ്ക് പുതിയാമ്പിളമാർ ഇന്ന് ഗാഞ്ചത്തിൻ്റെ പിന്നാലെയും കള്ളിൻ്റെ പിന്നാലെയും ചൊലോന് കൊടുക്കുന്നുണ്ട്. അതേപോലെ നിസ്കാരമില്ല. ഈ സന്ദർഭത്തിൽ പെണ്ണുങ്ങൾക്ക് മാപ്പിള വേണ്ട, അവൻ തലാക്ക് ചെല്ലുന്നുമില്ല, അപ്പോൾ ഫസ്കാക്കണം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ മസാല അത് വിശാലമായിട്ട് പഠിക്കേണ്ടതാണ്. അതോടൊപ്പം നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് നിക്കാഹ് എന്നത് ശരിക്കും മനസ്സിലാക്കി, നിക്കാഹ് ഇന്ന് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, പുതിയാപ്പിളൻ്റെ മഹലിൻ്റെ ഖത്തീബാണ് നിക്കാക്കുന്നത്. ചില മഹലിൽ അങ്ങനെ ഉണ്ട്. പുതിയാമ്പിളുള്ള മഹലിൻ്റെ ഖത്തീബുമാർ നിക്കാക്കുന്ന. അതത്ര ഒരു പാങ്ങില്ല, അത്ര പാങ്ങല്ല. അങ്ങനെയാ പുതിയാമ്പിള്ള. കാരണം ഈ പുതിയ പെണ്ണിനക്ക് ബാപ്പ ഉണ്ടാ, ഒലിയുണ്ടാ, ആര് നിക്കാക്കുന്ന, തഹക്കീമ എന്ത് ഇയാൾ കൊന്തിരിക്കുന്നില്ല, ഖത്തീബിനെന്തിരിക്കുന്നില്ല, കൊന്തിരിക്കുന്നില്ല. അപ്പോൾ അവിടെ നിക്കാഹിൻ്റെ മജ്ലിസിലേക്ക് എത്തിയിട്ടാകുമ്പോൾ കാണുന്നത് ഇത് തഹക്കീമിൻ്റെ നിക്കാഹ്, ഇത് തൗലിയത്തിൻ്റെ നിക്കാഹ്, ഇത് വക്കാലത്തിൻ്റെ നിക്കാഹ്, ഇത് എളാപ്പ, ഇത് ജസ്റ്റ്. അപ്പം അയാൾക്ക് ദബിദീബാണ്, സീകലെല്ലാം എന്താണ് അവിടെ ദബിദീബാണ്, ആകെ സിഗാത്തി ഫലിയത്താണ്. നേരെ മറിച്ചിട്ട് പെണ്ണിൻ്റെ മഹലിൻ്റെ ഖത്തീബായിരിക്കണം നിക്കാഹ് കഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പെണ്ണിൻ്റെ മഹലിൻ്റെ ഖത്തീബാകുമ്പോൾ അവർ മുന്നന്നെ ഇതിലെ കാരുണ്ട്, ഉപ്പുണ്ടാ, അല്ല ആങ്ങളയാണോ, അല്ല എളാപ്പയാണോ, അല്ല തഹക്കീമിന് നിക്കാഹാണോ, ഇല്ലെങ്കിൽ എല്ലാം നിക്കാഹാണ് കറക്റ്റ് അവർ മനസ്സിലാക്കി വെക്കും. അങ്ങനെ വെച്ചില്ലാൻ കണ്ടെങ്കിൽ ഏതുപോലെ ആകുന്നുണ്ടാ. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു നിക്കാഹ് നടന്ന്, മകൻ ഗൾഫിലാണ്, മോൻ എന്താണ് ഗൾഫിൽ. അവൻ മംഗലാണത്. അവനിക്ക് നാട്ടിലേക്ക് അന്ന് വരാനായില്ല, തടസ്സം വന്നവിടെ. നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ല, തടസ്സം വന്ന്. അപ്പം നിക്കാഹ് കല്യാണം വിളിച്ചിട്ടതിനെല്ലാം ഉറപ്പിച്ചിട്ടതിന്. അപ്പം അവൻ എന്താക്കി, നക്ക് പറഞ്ഞുകാവില്ല അബ്ബ, നക്ക് വേണ്ടിയിട്ട് നിക്കാഹ് ഇതേക്കൊരു നിങ്ങളെ ഞാൻ വക്കാലത്താക്കിയ ചെന്ന. ആര് ഗൾഫിൽ നിന്ന് പോകാനാക്കിയിട്ട് എന്താക്കിയ അബ്ബയുടെ വക്കാലത്താക്കി നിക്കാഹ് ഇതേക്കൊണു ആർക്ക് മോണുക്ക് വേണ്ടിട്ട്. അങ്ങനെ അബ്ബ വന്നിട്ട് നിക്കാഹ് തെച്ചി. അബ്ബാ ഈ പെണ്ണിൻ്റെ അബ്ബ കുറച്ച് ബേസുണ്ട്, പെണ്ണിൻ്റെ അബ്ബ കുറച്ചോ ബേസ്, ആണിയുടെ അബ്ബക്ക് ബേസും ഇല്ല, കാണുമ്പോക്കു വരക്കാരനൊക്കെ കാണുന്നുണ്ട്. നിക്കാഹ് കളിച്ചു കൊടുക്കുന്ന കാര്യമായ ഒരാൾ വന്നത്, കാര്യമായ ഒരാൾ വന്നത് കത്തീബോടെ മൂലക്കും ഉണ്ട് വെച്ചിട്ട്. അങ്ങനെ കാര്യമായ ഒരാൾ വന്നിട്ട് പെണ്ണിൻ്റെ അബ്ബൻ്റെ എടുക്കിട്ട് നിങ്ങൾ അബ്ബല്ല പെണ്ണിൻ്റെ എന്നിട്ട് ഒക്കുന്നു. പെണ്ണിൻ്റെ അബ്ബല്ല ഒക്കും, പെണ്ണിൻ്റെ അബ്ബന്നെ നിക്കാഹ് തെച്ചിരെ. പുതിയാപ്പിള തെച്ചിട്ടല്ലേ പുതിയാപ്പിളുടെ അബ്ബ. ഈ അവിടെ ദച്ച കത്തീബിന് എന്തെങ്കിലും വന്ന
ആള് കാര്യമായ ആൾ ഗൗനിച്ച ഖത്തീബിന്റെ കേട്ടാ ഇത് എന്തിനു നിക്കാഹ് എന്തൊരവസ്ഥ ഖത്തീബ് ഉണ്ടാന്ന് അയാൾ ഗൊന്തുണ്ടാവുന്ന ആൾക്ക് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അത് ഞാനാണെങ്കിലും ഏത് ഉസ്താദന്മാരാണെങ്കിലും ഏത് ആൾ വന്നെങ്കിലും അതാത് മഹല്ലത്തിന്റെ ഖത്തീബന്മാർക്ക് ഗൗരവം കൊടുത്തില്ലെങ്കിൽ വരുന്ന ആഫത്ത് അത് ജമാഅത്തുകാർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഓരോ മഹല്ലത്തിൻ്റെയും പെണ്ണുങ്ങളെ നിക്കാഹാക്കിയിട്ട് കൊടുക്കാനുള്ള അവകാശം അവിടുത്തെ ഖത്തീബിനിക്കാണുള്ളത്. പിന്നെ ഖാദിക്കൊണ്ട് അല്ലാത്ത ആര് വന്നെങ്കിലും ഖത്തീബാണ് വിട്ടുകൊടുക്കേണ്ടത്, ജമാഅത്തുകാരല്ല. ആ ഖത്തീബ് വിട്ടുകൊടുക്കണം. അപ്പൊ വന്ന ആള് ആരാണ് ഇവിടുത്തെ ഖത്തീബ്? ബഹുമാനപ്പെട്ട ബേക്കളം ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ. എന്തൊരു സ്വഭാവമാണ്! ഉടുപ്പി ജില്ലന്റെ കാലി അയാള് ചില നിക്കാഹിന് വരും. വന്നപ്പോ അയാൾ കേൾക്കും ആരാണ് നിക്കാഹ് നടത്തുന്ന ആള്? അപ്പൊ ഇന്ന ഖത്തീബാണ്. വിളിക്കും. വിളിച്ചിട്ട് അരുത്തി പാട്ടു ആ ഖത്തീബിനടുത്ത് നിങ്ങൾ നിക്കാഹിട്ട് കൊടുക്കിടാറാ അല്ല നിങ്ങൾ കൊടുത്തെങ്കിൽ നല്ല എന്ത് ആര് ചെല്ലുന്ന കാലിക്ക് എന്ത് അവകാശമുണ്ട്? ഒരു മഹല്ലത്തിന്റെ കാലിയാണ്, അവിടുത്തെ ഖത്തീബുമാണ്, അവിടുത്തെ മുദരിസുമാണ്, അവിടുത്തെ പ്രസിഡന്റുമാണ്, അവിടെ എല്ലാം മേൽക്ക് അവകാശമുണ്ട്. എന്നിട്ടും ബേക്കളം കേൾക്കുന്ന നിങ്ങൾ എന്നാക്കിയിട്ട് കൊടുക്കും അല്ല ഉസ്താദ്. അപ്പൊ നിങ്ങൾക്ക് സന്തോഷം തന്നെയല്ലേ ഞാൻ ആക്കുന്നല്ലേ? ആര് കേൾക്കട്ടെ? ബേക്കളം കേൾക്കട്ടെ, സന്തോഷം. മുട്ടനെ ഖത്തീബിനെ മുട്ട ദൈപ്പാട്ടും. എന്നിട്ട് ദൈപ്പാട്ടിട്ട് നിക്കാഹിന്റെ സന്ദർഭത്തിൽ പോലും ഒന്ന് ഖത്തീബിന്റെ മുഖം നോക്കൂ. ആര്? ബേക്കളം ഉസ്താദ്. ഖത്തീബിന്റെ മുഖം അപ്പം എന്താ? ഖത്തീബ് ഉസ്താദ് ഉസ്താദ് ഇങ്ങനെ ആക്കും. സദസ്സിലുള്ളവരെല്ലാം കാണും ഖത്തീബിന്റെ വാല്യൂ. ആ ഖത്തീബിന്റെ വാല്യൂ സദസ്സിലുള്ളവർ എല്ലാവരും മനസ്സിലാക്കും. അപ്പൊ ഖത്തീബ് അവിടെ വിട്ടുകൊടുക്കുന്ന കാലിയാർക്ക് വിട്ടുകൊടുക്കേണ്ട ആവശ്യമുണ്ടാ? കാലിക്കില്ല. അത്ര വില വെച്ചിട്ടാണ് ഖത്തീബിനെ വില വെച്ചിട്ടാണ് എന്താക്കല്? ആ നിക്കാഹിന് ബേക്കളം ഉസ്താദ് നേതൃത്വം നൽകുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഖത്തീബാണ് ആര് നൽകയല്ല. ഖത്തീബിനൊരു നിക്കാഹിന്റെ അവകാശമില്ലാതെ, ഖത്തീബിനൊരു ഖുത്ബന്റെ അവകാശമില്ലാതെ, ഖത്തീബിനൊരു ദ്വാന്റെ അവകാശമില്ലാതെ ആരോ ഒരു മങ്ങാലത്തിന് വന്നിട്ട് പോകും പോലെ പോപ്പിക്കുന്ന ഒരു അവസ്ഥ അത് ജമാഅത്തുകാർ ചെയ്യിപ്പിക്കുന്നത് നല്ലതല്ല. നിങ്ങൾ 5 വഖത്ത് അവിടെ ഇമാം നിൽക്കുന്ന ഖത്തീബാണ്, നിങ്ങൾ ഖുത്ബ ഓതുന്ന ഖത്തീബാണ്, നിങ്ങൾ ജമാഅത്തുകാർക്ക് വേണ്ടി ദുആ ഇറക്കുന്ന ഖത്തീബാണ്. അയാളാണ് ആ നിക്കാഹിന് നേതൃത്വം നൽകുന്നത്. നേരെ മറിച്ചിട്ട് അയാൾക്ക് ഒരു വിലയുമില്ലാണ്ട് ഏതെങ്കിലും ഒരുത്തരം വലിയ ആളായിരിക്കും വന്നിട്ട് അവിടെ നിക്കാഹ് കഴിപ്പിച്ചിട്ട് ഒരു നിലയും വിലയും ഖത്തീബിനില്ലാതെ ഇരിക്കുമ്പോൾ അയാൾ അവിടെ മനസ്സ് നമ്പലായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഗുണത്തിനേക്കാൾ ആപത്ത് ആയിരിക്കും, ഗുണം ആയിരിക്കല. അയാളെ മനസ്സ് നമ്പലാക്കിച്ചത്. അപ്പൊ വന്നവർ ശ്രദ്ധിക്കണം. കിട്ടി നിലത്ത് എന്താക്കലല്ല, അവരും അവിടുത്തെ ഖത്തീബാരും കേൾക്കണം. കേട്ടിട്ട് ഖത്തീബിനെ ബഹുമാനിച്ചിട്ട് ഖത്തീബിനെ ചോദിച്ചിട്ട് ഖത്തീബിന്റെ പൊരുത്തത്തിൽ എന്താക്കണം? അവർ നിക്കാഹ് കാലിക്കല്ല, കാലി അല്ലാത്തവർ വിഷയത്തിൽ ചെല്ലുന്ന കാലിക്ക് സ്വന്തം അധികാരമുണ്ട്. അവർ ആരിൽ കേൾക്കേണ്ട ആവശ്യമില്ല, ജമാഅത്തുകാരിൽ കേൾക്കേണ്ട ആവശ്യമില്ല, ഖത്തീബിൻ്റെ കേൾക്കേണ്ട ആവശ്യമില്ല. കാലിൻ്റെ ഒരു പവർ വേറെയാണ്. അല്ലാത്തവർ വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം. അത് ബേക്കളം ഉസ്താദ് കാലിയായിട്ട് പോലും ആ ഖത്തീബന്മാരെ വളരെ ഗൗനിച്ചു കൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൗനിച്ചില്ലെങ്കിൽ ആ ആഫത്ത് ഇതൊന്നും ചിന്തിച്ച് ഞാൻ ഇപ്പാട്ടെ എന്താ ഒന്നുണ്ടാ? മോണു പുതിയാപ്പിള ഗൾഫിൽ അവന് നിക്കാഹിന്റെ സന്ദർഭത്തിൽ ബർണുകായില്ല തടസ്സം വന്നവിടെ. മോണു പോണാക്കിട്ട് ചെന്ന ബാപ്പ നക്ക് വേണ്ടിട്ട് നിങ്ങൾ ദയിക്കൊറു. ബാപ്പ നിക്കായിക്ക് ദയിച്ചിട്ട് അബ്ബ നിക്കായിക്ക് ദച്ച് അബ്ബക്ക് ബേസ് കാണുമെങ്കിൽ കുറച്ച് ശരിയുണ്ടോ? പുതിയാപ്പിള നക്കുന്നുണ്ടോ? പെണ്ണിടെ അബ്ബ എന്തായിട്ടുണ്ടോ? ബേസായിട്ടുണ്ടോ? ഏതോ ഒരു മഹാൻ അവിടെയൊക്കെ ബന്ത് അയാൾക്ക് കൊന്നില്ല. അയാൾ നിങ്ങളെ മോളെന്നെ കേട്ടിട്ട് എന്താക്കി? ഫാത്തിമ ചൊല്ലിട്ടു. ഇയാൾക്ക് എന്ത് ചൊല്ലിട്ടു? കബിൽ തിമിങ്ക നിക്കാ അഹാവ തസ്ബീജഹാ ബിൽ മഹറിൽ മദ്കുർ. ആരിക്കൽ ചൊല്ലിട്ടു? അബ്ബകോ ഇപ്പൊ മംഗലായിരിക്കും. മോന്റെ പെണ്ണ് ആര് കൈത്ത്? സുബ്ഹാന ജല്ല ജലാലു. എന്ത് കുടുക്ക് കുടുങ്ങിപ്പോയി. ഇനി ഓൻ തലാക്ക് ചെല്ലെങ്ക് പോലും മോന് കെട്ടണം. അവിടെ മോൻ അബ്ബ തലാക്ക് ചെന്ന് ആ പെണ്ണിനെ വെക്ക. അബ്ബ തലാക്ക് ചൊന്നെങ്കിൽ പോലും ആര് കെട്ടണകാവില്ല. മോൻ കെട്ടിയ പെണ്ണിനെ വീട് കൂടാതിരിക്കട്ട്, അബ്ബ കെട്ടിയ പെണ്ണ് വീട് കൂടാതിരിക്കട്ട്, തലാക്ക് ചെന്നെങ്കിൽ പോലും മോണുക്ക് പിന്നെന്താവില്ല, അതിനാക്കണക്കു ആവില്ല. ഇതുപോലെ പോവും. അതുകൊണ്ടിട്ട്
വരുന്നവരാണെങ്കിലും വളരെ ഖത്തീബന്മാരോട് ബന്ധപ്പെട്ടിട്ട് മാത്രമേ ഇതെന്ത് നിക്കാഹ്, ആരാണ് വലിയ, ആരാണ് പുതിയാമ്പിള, പുതിയാമ്പിള തന്നെയാണോ അല്ല വക്കീലാണോ എല്ലാം മനസ്സിലാക്കിയിട്ട് എന്താക്കണം വന്നവർ നിക്കാഹ്. അങ്ങനത്തെ വിവേകം ഇല്ലാത്തവർ ആണെങ്കിൽ അവർക്ക് നല്ല ബഹുമാനിച്ചിട്ട് ദുആ കൊടുക്കണം. ഈ നിക്കാഹ് ചെല്ലിട്ട് കൊടുക്കുന്നവർക്കല്ല വലിയ ബഹുമാനമുള്ളോ, ബഹുമാനം ഇല്ലുള്ളൂ, ദ്വാക്കാണ് നിക്കാഹ്. അത് മദ്രസന്റെ മാലിന്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അല്ലെ പുതിയ ആമ്പിളക്കും ഞങ്ങൾക്ക് എന്താക്കുന്നു, അവർക്ക് അറിയാത്തവർക്ക് ചെൽട്ട് കൊടുക്കുന്ന ഒരു സീകയാണത്. അതിന് വലിയ ബഹുമാനമില്ല. ഞമ്മ തങ്ങന്മാരെ വിളിക്കേണ്ടതുണ്ട്, വലിയ വലിയ ആലിമ്യങ്ങളെ വിളിക്കേണ്ടതുണ്ട്. സ്വാലിഹീങ്ങളെ നിക്കാഹിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂട്ടൽ പ്രത്യേകമായ ഒരു സുന്നത്താണ്. അവർ സാക്ഷിയാകൽ പ്രത്യേകമായ സർവാനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരെ ഒരുമിച്ച് കൂടൽ പ്രത്യേകമായ ഒരു സുന്നത്താണ്. സ്വാലിഹീങ്ങളെയും സാദാത്യങ്ങളെയും വലിയ വലിയ പണ്ഡിതന്മാരെല്ലാം ഒരുമിച്ച് കൂടൽ സുന്നത്താണെന്ന്. അവർക്ക് മാന്യമായിട്ട് ദുആ കൊടുക്കണം. അവർ ദുആക്ക് ഇജാബത്തുള്ളവരാണ്. നമുക്ക് ആ നിക്കാഹ് സഹിയായ നിലയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് ദ്വാരപ്പിക്കണം. നിക്കാഹ് അത് അവിടെ എന്താണ്, അതിൻ്റെ എല്ലാ മാഹിത്യം അറിഞ്ഞവരാണ് ഏറ്റവും അവിടെ നിക്കാഹ് ചെയ്തു കൊടുക്കൽ നല്ലത്. അത് ചിലപ്പോൾ അവിടുത്തെ ഖത്തീബ് തന്നെ ആയിരിക്കും. ഇനി ഖത്തീബല്ല, വന്ന ആൾക്ക് തങ്ങന്മാരുണ്ടെങ്കിൽ ഖത്തീബ് തങ്ങന്മാർ വിട്ടുകൊടുക്കണ്ടേ, അല്ല വലിയ ആരും വിട്ടുകൊടുക്കണ്ടേ. പക്ഷെ അവർ എന്താക്കണം, ആ ഖത്തീബുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഹവാലുകളെല്ലാം മനസ്സിലാക്കി, എന്നിട്ട് ഇത് ഏത് നിക്കാഹാണ് എന്നല്ല മനസ്സിലാക്കിയതിന് ശേഷം ആ ഖത്തീബിൻ്റെ പൊരുത്തത്തോടുകൂടി എന്തായിരിക്കണം എന്നല്ലാണ്ട് ജമാഅത്തുകാർ അതിൽ ഇടപെട്ടിട്ട് ഖത്തീബിന് മനസ്സ് നമ്പലാക്കുന്ന ഒരു രൂപം ഉണ്ടാക്കൽ അത്ര നല്ലതല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. അപ്പം നിങ്ങൾ ഖത്തീബന്മാർ അവിടുത്തെ എന്താവണം, ഒരു അംബാസഡർ ആവണോ? നിങ്ങൾ പോയിട്ട് ഒരാൾ വന്നിട്ട് ദൂരെ നിൽക്കുന്നല്ല, നിങ്ങൾ അംബാസഡറായിട്ട് എന്താക്കണം, അവർക്ക് വിട്ട് നിങ്ങൾ കൊടുക്കണം. പക്ഷെ അവർക്ക് വിട്ടുകൊടുക്കണ്ടേ? വലിയൊരു തെങ്ങം വന്ന് വിട്ടുകൊടുക്കണോ, വലിയ ആരും വന്ന് വിട്ടുകൊടുക്കണോ? കാലിമാർക്ക് നിങ്ങൾ വിട്ടുകൊടുക്കണമെന്നില്ല, വിട്ടുകൊടുക്കാതെ അവകാശമുണ്ട് അവർക്ക്. എങ്കിലും കാലിമാരെ ബഹുമാനിച്ച് വിട്ടുകൊടുക്കണം, അവർക്ക് ദുആ കൊടുക്കണം. പക്ഷെ അംബാസഡർ ആരെന്നാവണം, ഖത്തീബല്ലേ ആവണം. ജമാഅത്തുകാരല്ല ആക്കേണ്ടത്. ഇനി ജമാഅത്തുകാർ എന്താക്കണം, ഒരു തങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പണ്ഡിതനെ വിളിച്ചിട്ടുണ്ട്, മുന്നേ ഖത്തീബിൻ്റെ ഒരു മുസാവറാക്കണം. ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് ഉസ്താദ്, നിങ്ങൊന്ന് വേണ്ടതുപോലെ ആക്കിയിട്ട് എന്നെ സുധാരിച്ചിടണമെന്ന് ഖത്തീബിൻ്റെ ചിലട്ട് മനസ്സ് നമ്പലാക്കാതെ ഇരിക്കാൻ വേണ്ടി എന്താക്കണം, പെണ്ണിൻ്റെ ഉപ്പമാരും ശ്രമിക്കണം. അതിലാണ് ബർക്കത്തുള്ളൂ. അത് പെണ്ണിൻ്റെ ഭാഗത്തുള്ള ഖത്തീബ് നിക്കാഹലാണ് ഏറ്റവും നല്ലത്. മാറ്റം കൊണ്ടുവന്നെങ്കിൽ ജമാഅത്തുകാർ അതിൻ്റെ മാറ്റം കൊണ്ടുവരണോ? എന്തിന്? പെണ്ണിനിക്ക് വലിയുണ്ടാ ഇല്ലേ, വക്കാലത്ത് നിക്കാഹല്ലേ, എല്ലാം അറിയുന്നത് പെണ്ണിൻ്റെ അവിടുത്തെ ഖത്തീബിനിക്കാണ്. അതുകൊണ്ടിട്ട് പെണ്ണിൻ്റെ ഖത്തീബിൻ്റെ നിക്കാഹ് കഴിക്കലാണ് ഏറ്റവും ഒരു ഉത്തമം. ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് നിക്കാഹിൻ്റെ അവിടെ ഇത് എന്ത് നിക്കാഹ് എന്നുള്ളത് ദബ്ദീബാകുന്ന നിക്കാല് ഇയാളൂടെ എല്ലാം അതിന് പഠിച്ചിട്ട് വെച്ചിട്ട് പോവല്ലേ. അത് നല്ലൊരു അത് ഞങ്ങളുടെ ഭാഗത്തെല്ലാം അങ്ങനെ. അതല്ല നിങ്ങൾ തീരുമാനമാക്കിയെങ്കിൽ ഉസ്താദ് ഒന്ന് തീരുമാനമാക്കി ഡിക്ലെയർ ആക്കിയെങ്കിലേ പോന്നു. അതുകൊണ്ട് ഒരു കാസിം ഉസ്താദ് ഒരു ഡിക്ലെയർ ആക്കിയെങ്കിൽ അത് അങ്ങനെ നടക്കുന്നത്. നാട്ട് ബിന്തിൻ്റെ സ്ഥാനത്ത് ഉഖ്തി എന്ന് പറഞ്ഞു. എന്താകുന്നു ഉസ്താദ്? ഒരു സഹോദരി ഉഖ്തി എന്നാണ് അവിടെ പറയേണ്ടത്. ഉഖ്തിന്ന് പറഞ്ഞത് ബിന്തിനായിപ്പോയി. ഇനി തർജുമന്റെ വിഷയം ചെല്ലട്ടെ. എന്റെ ചെല്ല മസാല തർജുമന്റെ വിഷയം അത് ചെന്നിട്ട് നിപ്പാട്ടെ. ഈ തർജുമ എന്നത് രണ്ടാമത്തെ നിക്കാഹ അല്ല, അതിന്റെ പരിഭാഷയാ. രണ്ടാമത്തെ നിക്കാഹല്ലേ? രണ്ട് അല്ല, ഹങ്കാഹത്തുക ഫാത്തിമത്തെ ബിന്തിന്ന് അറബിയിൽ ചൊല്ലിട്ട് കൊടുത്ത് കബിൽത്തി മിങ്ക നിക്കാഹ് തീർന്നില്ലേ. രണ്ടാമത് സുറൂന്ന് എന്നെ മകളെ ഫാത്തിമ ഇണയാക്കി കൂട്ടിച്ചേർത്തും തന്നു, അതിനെ സ്വീകരിച്ചില്ലേ. ഇത് രണ്ടാമത് പറയുന്നത് അതിൻ്റെ ഒരു അർത്ഥം ഇങ്ങനെ വെക്കുന്നതാണോ, അത് പരിഭാസാക്കലാണോ, അല്ല രണ്ടാമത്തെ നിക്കാഹാണോ? സാക്ഷികൾ അതിൻ്റെ മനസ്സിൽ നിക്കാഹിനെയാണ് മനസ്സിൽ. നിക്കാഹ് ചെയ്ത് നിന്നിട്ട് അറബി സാക്ഷികൾക്ക് അറബി മനസ്സിലാവും. ഈ രണ്ടാമത്തത് തർജിമയാണോ നിക്കാഹാണോ?
തർജിമാണെങ്കിൽ ആദ്യത്തെ നിക്കാഹ് സഹി ആയിട്ടില്ല. സവ്വജത്തുക്ക് അഹങ്കാത്തുക്ക് ബിന്തി എന്ന് പറഞ്ഞത് എന്തായിട്ടില്ല, എന്തെങ്കിലും ഒരു കാരണം കൊണ്ടിട്ട് അത് സ്വഹി ആയിട്ടില്ല എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഈ തർജിമ കൊണ്ടിട്ട് അതിൻ്റെ മക്കാമിൽ നിക്കലേ കേട്ട് ലുഹുർ നിങ്ങൾ നിസ്കരിച്ചാരി, ലുഹുർ നിസ്കരിച്ചതിന് ശേഷം ആ ലുഹുറിനെ മടക്കി നിസ്കരിച്ചാരി, മടക്കി നിസ്കരിച്ചിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമായി ആദ്യത്തെ ലുഹുർ എന്തായിട്ടില്ല, മടക്കി സുന്നത്തുണ്ടല്ലേ, എങ്കിൽ ഈ രണ്ടാമത്തെ നിസ്കാരം മതിയാവല്ലേ? ബാങ്കായ ഇത് മതി. നിക്കാഹ് എന്താവും തർജിമാണെങ്കിലും നിസ്കാരത്തിൻ്റെ മസാല നിങ്ങൾ നോക്കിക്കോളി, കിതാബിലുണ്ടത്. ഇത് മതി നിക്കാഹ് മതി, തർജിമാണെങ്കിൽ മതി. സവ്വജുകത്ത് ബിന്തി ഫാത്തിമ, പേരിൻ്റെ അവളത് പേര് കറക്റ്റ് ചെയ്യില്ലേ, മനസ്സിൽ നിങ്ങൾ ഈ ഫാത്തിമ എന്നെ കരുതിനല്ലേ, ഈ ഉഖ്തിക്ക് വാല്യൂ ഇല്ല, ആ ഫാത്തിമക്ക് മാത്രമേ വാല്യൂ. നിക്കാഹ് സഹിയാണത്. സവ്വജുകത്ത് ഉഖ്തി ഫാത്തിമ എന്ന പേര് നിങ്ങൾ പറഞ്ഞത് കൊണ്ടിട്ട് അവളെ ഫാത്തിമ എന്ന പേര് ആയിട്ടുണ്ടെങ്കിൽ പേരിൽ പയക്കാൻ പാടില്ല, ജണ്ടിൽ പയച്ചെങ്കിൽ സയ്യാവല, പേരിലും പയച്ചെങ്കിൽ സയ്യാവല, പേരിൽ പയച്ചിട്ടില്ല. അപ്പോൾ ഉഖ്തി അസ്ഥാനത്തായി ഫാത്തിമ എന്നതോടെ തൈനായി. അത് അവളെ വേറെ ഫാത്തിമ കുറേ ഇരിക്കും, പക്ഷെ ഇതേ ഫാത്തിമ മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ നിൽക്കായി എന്താവും, ഈ ഉഖ്തി എന്നത് ഉസ്താദ് ചെല്ലിയ പോലെ എന്തായി, അത് ഡാമേജ് ആയിട്ട് അത് പോയിത്ത് അത്രമാത്രം, അത് അതിലേക്ക് ഡാമേജ് ആയിട്ട് അത് പോയിത്തെന്നല്ലാണ്ട് നിക്കാഹ് ഡാമേജ് ആവില്ല. എന്താ ഇത്ത കാരണം ഫാത്തിമ ഫത്തുൽ മില്ലുണ്ട്, ഒരുത്തൻ സവ്വജത്തുക ഫാത്തിമ എന്ന് പറഞ്ഞു, ഉഖ്തീന്ന് ചൊല്ലിട്ടില്ല, ബിൻതീന്ന് ചൊല്ലിട്ടില്ല, എന്തു ചൊല്ലിട്ടില്ല, സവ്വജത്തുക ഫാത്തിമ എന്ന് പറഞ്ഞു. ആ നിക്കാഹ് സഹി അല്ല. എപ്പോൾ ഇല്ലം നബയാഹു, രണ്ടാളും ഏത് ഇന്നത് എന്നിട്ട് തൈനാക്കിയിട്ടില്ലെങ്കിൽ. അപ്പൊ രണ്ടാളോടെ തൈനാക്കിയിട്ട് ഫാത്തിമ നിങ്ങൾ പേര് പറഞ്ഞിട്ടുണ്ട്, ആ ഫാത്തിമനെ തഹീനാക്കിയിട്ടുണ്ട്, അത് മതി. ഉഖ്തി ഒന്ന് വേഷ്ടായി, എത്രയേ ഉള്ളൂ. അങ്ങനെ തർജിമയില്ലേ, രണ്ടാമത്തത് നിക്കാഹ് ഫസ്റ്റത്തത് സഹി ആയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ തർജിമയാണ്. സവ്വജത്തുക അഹങ്കാത്തുകൾ സഹി ആയിട്ടില്ല, നിൽക്കല്ല ആരും കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ശരിയായിട്ടില്ല എങ്കിൽ രണ്ടാമത്തെ തർജിമ തന്നെ അത് നിക്കാഹിൻ്റെ സ്ഥാനത്ത് നിൽക്കും. കാരണം നിക്കാഹ് എന്നത് അത് കുസാളും നിക്കാഹന്നെ കാര്യത്തിലാക്കിയെങ്കിലും നിക്കാഹന്നെ, കുസാളി ചെല്ലെങ്കിലും നിക്കാഹന്നെ, തർജിമാക്കിയെങ്കിലും നിക്കാഹന്നെ. നിസ്കാരം പോലെയല്ല. നിസ്കാരത്തിൽ അത് മദ്ഹബിൻ്റെ ഒരു അഭിപ്രായമുണ്ട്, ഫുഖഹാൻ്റെ അഭിപ്രായം വേറെണ്ണുണ്ട്. ഗസാലി ഇമാമിനടക്കം പോലത്തവർ ആ രണ്ടാമത്തെ നിസ്കാരം മദ്യം ചൊല്ലിയവരാണ്. ഗസാലി ഇമാമിനെ പോലത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെല്ലാം ഏതിന് മുഖ്താറാക്കിയിട്ടുണ്ട്, ആദ്യത്തെ നിസ്കാരം ബാത്തിലാണെങ്കിലും രണ്ടാമത്തെ നിസ്കാരം ആദത്ത് അവിടെ ഫർള് എന്ന് ചൊല്ലിയത് കൊണ്ട് മതി എന്നാണ്. പക്ഷേ മദ്ഹബിൽ മുഅ്തമദ് മതി ആവല, മടക്കി നിസ്കരിക്കണം എന്നാണ്. ടൈമായില്ലേ? ഉണ്ട്. ഇന്നത്തെ ആ ബാബു തുറന്നിടണ്ട, ആ ബാബു തുറക്കുന്ന വേണ്ട. ഫാസിക്കിനെ കാളിയാറെ വക്കാലത്താക്കാൻ പാടില്ല, അതൊരു വേറെ മസാല പിടിച്ചു വെക്കണം. കാളിയാറ് വക്കാലത്താക്കുന്ന ചെല്ലില്ലേ ആങ്ങളെക്കൊന്ന് വക്കാലത്ത് കാളിയാറാക്കിയിട്ട് നല്ല നിന്നിട്ട് കാലി വക്കാലത്താക്കണമെങ്കിൽ
ഫാസിഖിനിക്ക് വക്കാലത്താക്കാൻ പാടില്ല എന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് നിക്കാലിയർ അവന് ആങ്ങളൊക്കെ ഇരിക്കും മനസ്സുണ്ട്, ബാപ്പയോടൊക്കെ പോയിട്ട് അപ്പം നിങ്ങൾ നിക്കാലി ദയിക്കണ്ടേ, ആങ്ങളൊക്കെ ദയിക്കാൻ മനസ്സുണ്ട്, പിന്നെ കള്ളു കുടിക്കടാ, പിന്നെ വിചാരമുണ്ട്, കക്കിടല്ല ആക്കിട ഒരു ഫാസിക്കാണ് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫാസിക്കിനെ വക്കാലത്താക്കാനുള്ള അവകാശമായിരിക്കില്ല കാലിക്ക് ഇല്ല. അതൊന്ന് വേറെ പ്രത്യേകം വെക്ക്. ഇനി അവൻ ഫാസിക്കായ മനുഷ്യൻ വിലായത്ത് കൊണ്ട് നിക്കായിട്ട് കൊടുത്തെങ്കിലോ ഇന്ന് ആ മസാല ബാബു തുറക്കാതിരിക്കണം. സഹിയല്ല എൻ്റെ അടുത്ത് വന്ന് ഞാൻ അങ്ങനെ കാക്കിട്ട് കൊടുക്കാം. അവിടെ എന്ത് ഇഷ്ടമില്ലാന്ന് ചെല്ലുന്ന അവകാശമൊക്കെ ഇല്ല. നിക്കാഹ് ആരുണ്ടാക്കണോ? ഒരു കാലിക്കുമ്പോൾ അവിടെ അവകാശമില്ല. ആ ഉപ്പന്നെ നിക്കാഹാക്കണം. ഇല്ല ഉപ്പ ആരെയും വക്കാലത്താക്കണോ? ആ വക്കാലത്താക്ക ആരെ വക്കാല ഉപ്പ ഉള്ളതോടുകൂടി വക്കാലത്താക്ക ആരെ വക്കാലത്താക്ക. ഉപ്പ മജ്ലിസിലിരിക്കുമ്പോൾ വേറെ ആളിത്ത ഉപ്പ മജ്ലിസിലുണ്ട്, മോനെ വക്കാലത്താക്കിട്ട് മോനെ ദൈപ്പാട്ട അതല്ലേ പൊരുത്തപ്പെടിയാവാൻ അതിരിക്കും. ഞാൻ ഒരു ക്ലാസ് എടുത്ത് ശരിയല്ല. അതെ അതെ ബാബു കുത്തുമ്പോൾ ഇവിടെ ക്ലാസ് എടുത്തു. അത് ഫതുൽ മീലിൽ ഉണ്ട്. ഒരു രഹസ്യമായിട്ട് ഒരു നിക്കാഹ് നടത്തി അവിടെ ഒരു മഹർ പറഞ്ഞു. തജമ്മുലിന് വേണ്ടിയിട്ട് ഗാംഭീര്യമായിട്ടൊരു പിന്നെ രണ്ടാമതൊരു നിക്കാഹ് തജമ്മുലിന് വേണ്ടിയിട്ട് ഭംഗിക്ക് വേണ്ടി നടത്തി. അവിടെ ഒരു മഹർ വേറെ പറഞ്ഞ് കൂടെ 5 പൗണ്ട് പറഞ്ഞ് തജമ്മുലിൻ്റെ അവിടെ 20 പൗണ്ട് പറഞ്ഞ്. എങ്കിൽ ഫതുൽ മീലിൽ ചെന്നു തൂപ്പര് പറയുന്നത് ആദ്യത്തെ നിക്കാഹിൽ പറഞ്ഞത് എന്താക്കണോ മഹർ, രണ്ടാമത് തജമ്മുലാണ്, ഒരു ഭംഗിക്ക് വേണ്ടി നിക്കാഹ് നടത്തിയതാണ്. അത് നിക്കാഹ് സഹി, രണ്ടാമത്തല്ല. ഇതൊരു വേസ്റ്റ് ആറാമൊന്നുമില്ല. അത് 10 മിനിറ്റ് ചെന്നല്ലേ രണ്ടാമത്. ഇത് അത് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടത്താം. അങ്ങനെ ഒന്നും തൊട്ടാ രഹസ്യമായിട്ട് ഒരിടത്ത് നിക്കാഹായിട്ടാകുമ്പോൾ പള്ളിൻ്റെ ബുക്കിൽ എഴുതിയിട്ടില്ല. പള്ളിൻ്റെ ബുക്കിൽ എഴുതിന് പുറപ്പുണ്ടാ, ഓന് നാളെ പാസ്പോർട്ട് ആക്കണ്ടേ, ഓൻ്റെ തിരിയാന്ന് പ്രൂഫ് വേണ്ടേ, ഗവൺമെൻറ്റിന് കാട്ടണ്ടേ. ആ കാട്ടന് വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ രണ്ടാമത് നിക്കാഹ് ആവർത്തിക്കാം. നോമ്പിൻ്റെ നീയത്ത് മഗ്‌രിബ് നിസ്കരിച്ചിട്ടും നീയത്ത് വെക്കുക, ഇശാ നിസ്കരിച്ചിട്ടും നീയത്ത് വെക്കുക, അത്താഴം വെച്ചിട്ട് നീയത്ത് വെക്കുക. ഈ നിക്കാഹ് ആവർത്തിച്ചത് കൊണ്ട് എന്തു ഇതല്ല. പക്ഷെ കളി തമാസാൻ പാടില്ല എന്നുണ്ട്. കൊല്ലത്തിലേക്ക് നിക്കാന്ന് എൻ്റെ പെഞ്ഞ നിൽക്കുക, അത് കളി തമാസാണ്. ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിക്കാഹ് ആവർത്തിച്ചത് കൊണ്ട് ബുദ്ധിമുട്ടില്ല. തജമ്മുലിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റുണ്ട്. ആദ്യം ഒരു നിക്കാഹ് നടത്തി അവിടെ ഒരു 10 പൗണ്ട് മഹർ എന്ന് പറഞ്ഞ് തജമ്മുലിന് വേണ്ടി നിക്കാഹിനെ പുതുക്കി. ആ പുതുക്കിയപ്പോൾ എന്താക്കി 20 പൗണ്ട് എന്ന് പറഞ്ഞ് മഹർ പറഞ്ഞെങ്കിൽ ആദ്യത്തെ 10 പൗണ്ട് മാത്രമേ കൊടുക്കേണ്ടത്. ഇതുവരെ തജമ്മുലിന് വേണ്ടി ചെയ്തത് എന്നിട്ട് മതിയല്ലേ. പോയിനെട്ടാം താരീഖ് പോയിനെട്ട് അല്ല മദീനയിലുള്ള ഫംഗ്ഷന് എല്ലാവർക്കും അത് നിങ്ങളതാണ്, എല്ലാവരും വന്ന് അവിടെ അണിചേരണം എന്നിട്ട് പ്രത്യേകമായി പീക്ക് ഉസ്താദ് ഉണർത്ത പറഞ്ഞിട്ടുണ്ട്. പാടില്ല എന്നില്ല, കറാഹത്ത്. അതൊരു കറാഹത്ത് എന്ന് പറയാം. മുഗാലാത്ത് കറാഹത്താണ് എന്നിട്ട് ലാ തുഗാലു എന്നിട്ട് കിതാബിലുണ്ട്. മുഗാലാത്ത് കറാഹത്താണ്, നല്ലതല്ല. അത് അല്ലെങ്കിൽ 1.5 ലക്ഷത്തിൻ്റെ ഉള്ളിലുള്ളത് വെക്കാം. 1.5 ലക്ഷത്തിൻ്റെ ഉള്ളിലുള്ളത് വെക്കാം. അല്ല നിക്കാ ബാപ്പക്കായി. അല്ലല്ല അവിടെ എല്ലാം സഹിയായത് ഉപ്പക്കന്നായത് നിക്കാവ് ഉപ്പക്കന്നായി. മഹർ ഹാലിറാവൽ സുന്നത്ത് എല്ലാവരും ഇപ്പം സദസ്സിൽ കൊണ്ട് മഹർ വെക്കുന്നവർ അതൊരു സന്തോഷത്തിലോട്ട് വെക്കുന്ന അങ്ങനെ ഇഹ്ലാർ ചെയ്യൽ സുന്നത്ത് എന്നിട്ട് അവിടെ പറഞ്ഞിട്ടില്ല. മഹർ പറയൽ നിക്കായിൽ പറയൽ മാത്രം സുന്നത്ത്. ആ മഹർ കൊണ്ട് അവിടെ ഇഹ്ലാറാക്കൽ അങ്ങനെ സുന്നത്ത് എന്ന് വാടെ ഞാൻ ഇബാറത്ത് ഇതുവരെ കണ്ടിട്ടില്ല. പലരോടും പല സമയത്തും പല പണ്ഡിതന്മാരിൽ കേട്ടവരും അവർ ഞങ്ങൾ വാടേയും കണ്ടിട്ടില്ല എന്നേ പറഞ്ഞു. ഞാൻ ഫോണിൽ നിൽക്കാക്കാനാന്നില്ല. മുസാഫ് മഹർ കൊടുക്കുക. ബല കെട്ടാൻ പറ്റുന്ന ഒന്ന് മഹർ കൊടുക്കുക. പക്ഷെ അത്ര നല്ലല്ല മുസാഫ് മഹർ കൊടുക്കൽ. എന്തല്ല
ഒരു മഹറായിട്ട് പേരോട് ഉസ്താദല്ല പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് നല്ല എന്നിട്ട് लाया है क्या क्या मैं कहूँगा, नामे मुहम्मद नामे मुहम्मद सल्लल्लाहु अलैहि वसल्लम सल्लल्लाहु अलैहि वसल्लम सल्लल्लाहु अलैहि वसल्लम सल्लल्लाहु अलैहि वसल्लम।